നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കാം. നമുക്ക് കുറേ സങ്കടങ്ങൾ വരും അല്ലേ, എല്ലാം വരും, നമ്മൾ മനുഷ്യരാണല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി സങ്കടം വന്നെന്ന് വിചാരിച്ച് ആരും എന്തായി പോവരുത്, അത് തളർന്ന് നമ്മൾ അങ്ങനെ പോവരുത്. നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാണ്? നമ്മളൊരു പുതിയ കാര്യമാണല്ലേ പഠിക്കണത്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാവണം, അത് പെട്ടെന്ന് ഓർമ്മയിൽ വരണം. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ ദൈവത്തോടൊന്ന് നല്ല കാര്യം തുടങ്ങണതിന് മുന്നേ പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ, അടിപൊളിയല്ലേ? യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് നിർത്തിയത് ഒരാള് പറയണമല്ലോ. യെസ്, ആരാ റെഡി ആയിട്ടുള്ളത്? ഒരാളെ വിളിച്ചോ. ഹരിനന്ദ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു നിർത്തിയത്, ഓർക്കുന്നുണ്ടോ? ഹരിനന്ദ, ഡിസീസസ്. ഓ, ഇന്ന് ഡിസീസ് പഠിക്കാൻ റെഡി ആണല്ലേ. ഓക്കെ ഹരിനന്ദ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതിൽ മിസ് പാത്തജൻ എന്ന് പറയുന്ന ഒരു ടേമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാമോ പാത്തജന എന്താണെന്ന്? യെസ്, ഒരാൾ റീസാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. വിനായകേ, പാത്തജൻ ആരാണ്? കോൾഡ് പാത്തജൻസ്. വെരി ഗുഡ്. ഒരു എക്സാമ്പിൾ പറയാവോ? നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മൾ എവിടെ തൊട്ടാലും, ദേ മിസ് ഇപ്പൊ ഇവിടെ തൊട്ടു, എങ്ങനെ വന്നാലും കൈയൊന്നും കഴുകാതിരുന്നതിന് അത് ഉണ്ടാവും. ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ടല്ലേ. നമ്മൾ അതിനെ കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലേ. യെസ്, വെരി ഗുഡ് മക്കളെ. അങ്ങനെയാണെങ്കിലേ ഡിസീസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസീസിന്റെ 2 ടൈപ്സ് ഉണ്ട്. അത് മിസ് ഇതേ നോക്കിക്കേ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ മക്കളെ, ഇതേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താ, 2 ടൈപ്സ് ഓഫ് എന്താണ് ഡിസീസസ് ആണ്. ആര് പറയാൻ പോകുന്നത്? ഇതേ മിസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ഒരാളെ വിളിച്ചോ. വേദേ, ഗുഡ് ഈവനിങ്. നമ്മളിതേ 2 ടൈപ്സ് ഓഫ് ഡിസീസസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് മിസ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നേ? യെസ്, വെരി ഗുഡ്. കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും. മക്കളെ, നമ്മൾ പറഞ്ഞു കുറേ വില്ലന്മാരുണ്ടല്ലേ, ബാക്ടീരിയയും വൈറസും അങ്ങനെയുള്ള കുറേ പാത്തജൻസ് നമുക്ക് ചുറ്റുമുണ്ടല്ലേ. ഇല്ലേ മക്കളെ? ഉണ്ടെങ്കിൽ ഒന്ന് ഓക്കെ കാണിച്ച എല്ലാവരും. യെസ്, അപ്പോ ഈ ഒരു പാത്തജൻ കാരണം ഉണ്ടാകുന്ന ഡിസീസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കുന്നത്. അതായത് പാത്തജൻ വഴി ഒരു പേഴ്സണിൽ നിന്ന്, ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ഡിസീസിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പൊ മിസ്സിന് എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു, മിസ്സിന് പാടില്ല, പനിയും ജലദോഷം ഒക്കെ ആണെന്ന് വിചാരിക്കേ. അപ്പൊ അങ്ങനെ വന്ന് ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ സാർ ഇപ്പുറത്തുണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ഇന്നിപ്പോ എനിക്കായിരുന്നു പനി, എന്റെ പനിയും ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ പയ്യെ സാറിനും എന്താകാൻ തുടങ്ങും, ആ ഒരു ഡിസീസ്, അതായത് പയ്യെ പനിയൊക്കെ വരാൻ തുടങ്ങും. എന്താണ്, അത് സ്പ്രെഡ് ചെയ്തു. എന്റെ കയ്യിലുള്ള ആ ഒരു പാത്തജനും വൈറസും ഒക്കെ എന്ത് ചെയ്തു, ഇൻഫെക്ഷൻ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും അല്ലെ മക്കളെ. അങ്ങനെയുള്ള ഡിസീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ഉണ്ടല്ലോ. യെസ് മക്കളെ, ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആയി പോയി. ഇതാണ് കേട്ടോ നമ്മുടെ എക്സാമ്പിള്. മിസ് ആരും ഇട്ടേക്കുന്നതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ എക്സാമ്പിൾ കേട്ടോ. ഒന്ന് ക്രോസ് ചെയ്യണേ. യെസ്, അപ്പോ അതിൽ വരുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടൈഫോയിഡ്, ഡെങ്കി, ഫ്ലൂ, ചിക്കൻ പോക്സ്, COVID-19 അല്ലേ. COVID-19 അറിയാവോ? യെസ്, ഒരാൾ വിളിക്കാലോ. സായന്തേ, സായന്തേ, കോവിഡ് ഒക്കെ വന്നപ്പോ എന്തായിരുന്നു പരിപാടി? ഫുൾ ലോക്കായി പോയല്ലേ? ലോക്കായി, വീട്ടിലാകെ ലോക്കായി. ഓക്കെ, അപ്പോ എന്താ ചെയ്തത്? കോവിഡ് വന്നപ്പോ സ്കൂളോ ക്ലാസ് ഒന്നും ഇല്ല. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഹാപ്പി ആയിരുന്നല്ലേ, എല്ലാരും ഹാപ്പി ആയിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് എന്താ ഫീൽ ചെയ്തത്? ബോറടിച്ചു തുടങ്ങി അല്ലേ. അപ്പൊ എങ്ങനെയൊക്കെ സ്കൂൾ തുറന്നാൽ മതി. പിന്നെ പേടിയായില്ലേ, എല്ലാവരോടും സംസാരിക്കാൻ പേടിയായി. പിന്നെ മാസ്ക് ഇല്ലാണ്ട് ഒരു കാലം അല്ലേ. കുറേ നാളൊക്കെ കഴിഞ്ഞ് എന്താണ് ഒരു 2050 ഒക്കെ എത്തുമ്പോൾ ഇങ്ങനെ മാസ്ക് ഒക്കെ ഇട്ടാണ് ആൾക്കാർ നടന്നതെന്നൊക്കെ പറയേണ്ടി വരും അല്ലെ. അത്രയും നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട്, മിസ്സൊക്കെ 2 എണ്ണമൊക്കെ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടാവും. അത്രയും നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് നടക്കേണ്ട അവസ്ഥയായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ അതെന്തുകൊണ്ട് അങ്ങനെ നടക്കാനുള്ള കാരണം
കോവിഡ് എന്നൊക്കെ പറഞ്ഞ ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ്. അതെന്ത് ചെയ്യും? ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതുപോലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താല് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലൂ ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള നമ്മുടെ ഫ്ലൂയിഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റൊരാളിലേക്ക് എത്തിയാലും മതി. അതുകൊണ്ടാണ് നമ്മൾ ചുമക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ തുമ്മൊക്കെ ചെയ്യുമ്പോൾ കർച്ചീഫ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറയണത് എന്താ? കാരണം നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളിലേക്ക് ആ വൈറസോ ബാക്ടീരിയ ഒക്കെ പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അവർക്കും ഇൻഫെക്ഷൻ വരും. അപ്പൊ മക്കളെ നോക്കിക്കേ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണിൽ നിന്ന് അടുത്ത പേഴ്സണിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പാത്തജൻസ് കാരണം ഉണ്ടാകുന്ന ഡിസീസ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എക്സാമ്പിൾ നമ്മുടെ ലൈഫിൽ നടന്ന കാര്യം പറഞ്ഞാൽ മതി. COVID-19, ടൈഫോയിഡ്, ഡെങ്കി അല്ലെ? ഡെങ്കി ഒക്കെ വളരെ കോമൺ ആണ്. ഏറ്റവും കൂടുതൽ മഴക്കാലമൊക്കെ വരുമ്പോൾ ഡെങ്കി കൂടുതലാണ്. ഒരാളെ വിളിക്കാലോ? യെസ്, പ്രണവേ. ഡെങ്കി ഭയങ്കര കോമൺ ആണല്ലേ? ഒരു കൊതുക് കാരണമല്ല, കൊതുകാണ് ആ ഒരു ഡിസീസിനെ കൊണ്ട് നടക്കണത് അല്ലേ? ഇപ്പൊ ഒരുപാട് ഈ വെള്ളമൊക്കെ കണ്ടാമിനേറ്റഡ് ആയല്ലേ, കൊള്ളില്ല, അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ കൂടുതലുള്ള സ്ഥലത്ത് ആ ഏരിയയിലൊക്കെ മിക്കവാറും ഡെങ്കി ഒക്കെ വരാറുണ്ട്. കേട്ടിട്ടുണ്ടോ? നമ്മൾ വാർത്തയൊക്കെ നോക്കുമ്പോ അറിയാം ഡെങ്കിപ്പനിയൊക്കെ ഭയങ്കര കോമൺ ആണല്ലേ? യെസ്. അപ്പൊ അതൊക്കെ എന്താണ് പ്രണവേ? അത് ഏത് കാറ്റഗറിയിൽ വരും? കമ്മ്യൂണിക്കബിൾ. മിസ് ക്രോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ മിസ് നോക്കിക്കേ, ക്രോസ് ഇട്ടിട്ടുണ്ട് കേട്ടാ. അതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് വരുന്നത്. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താ? ഒരാളെ വിളിക്കണമല്ലോ. പ്രഗ്യ മിസ് എന്ത് എന്നെ വിളിച്ചല്ലേ? ഞാൻ ഒളിച്ചിരിക്കായിരുന്നു. ആണോ? ഇല്ല. ഓക്കെ, റെഡി ആയിരുന്നല്ലേ? വെരി ഗുഡ്. മോനെ പറഞ്ഞേ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താ? എന്താ സംഭവം? എന്താ സ്പ്രെഡ് ആവില്ല അല്ലെ? അതായത് ഇതിന് ഓപ്പോസിറ്റ് മക്കളെ നോൺ കമ്മ്യൂണിക്കബിൾ, അതായത് പാത്തജൻ വഴിയല്ല അല്ലാതെ വരുന്ന രോഗങ്ങൾ കുറെ ഡിസീസ് ഉണ്ട്. ഒരു പേഴ്സണിൽ നിന്ന് അടുത്ത പേഴ്സണിലേക്ക് എന്ത് ചെയ്യില്ല? അത് സ്പ്രെഡ് ആവുകയും ഇല്ല. അങ്ങനെയുള്ള ഡിസീസിനെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മ കഴിക്കണ ഫുഡ് അല്ലെ, ഡയറ്റ്. സാർ എങ്ങനെയാ? ഫുൾ ഫുഡൊക്കെ പുറത്തുനിന്നാണോ കൂടുതൽ കഴിക്കുന്നേ? വീട്ടിൽ നിന്നാണല്ലേ കഴിക്കുന്നത്. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലേ എപ്പോഴും എന്തായിരിക്കും ഫുൾ പുറത്തെ ഫുഡൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഡയറ്റ് ഒന്നും കറക്റ്റ് അല്ലാണ്ടായി വരുമ്പോൾ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈല് എപ്പോഴും സ്മോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൽക്കഹോള്, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ബാഡ് ഹാബിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ? അത് തടഞ്ഞു നിൽക്കണതിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്താണ് ഇവിടെ ഒരാൾ തപ്പുന്നേ? യെസ്, കാര്യമായിട്ട് എന്തോ നോക്കുകയാണല്ലോ. അൻവിത. യെസ് അൻവിത, എന്തായിരുന്നു നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മിസ് ഇപ്പൊ പറയുന്നേ? ലൈഫ് സ്റ്റൈൽ അല്ലേ? പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെ വരുമ്പോൾ ബാഡ് ഹാബിറ്റ് കൊണ്ട് ഒബസിറ്റി ഒക്കെ വരില്ലേ? ഫാറ്റ് ഒക്കെ കൂടി ക്യാൻസർ വരൂല്ലേ? പല അസുഖങ്ങളൊക്കെ വരാറുണ്ടല്ലേ? എപ്പോഴും കൊക്കക്കോളയും അങ്ങനത്തെ ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണോ? പിന്നെ എങ്ങനെയാ? പുറത്തെ ഫുഡൊക്കെ കുറെ കഴിക്കോ? ഇഷ്ടം അതാണോ? ഇല്ല. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കട്ടെ നമ്മുടെ ക്ലാസ്. ഓക്കെ, എല്ലാവരും നല്ല കുട്ടികളാ. ആരും പുറത്തെ ഫുഡ് കഴിക്കാറേ ഇല്ല അല്ലേ സാറേ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മളെന്താ ഒരു ഡിസീസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ടോ? ഇവിടെ മിസ് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ലൈഫ് സ്റ്റൈല്, ഡയറ്റ്, എൻവയോൺമെന്റ്, ഇതൊക്കെ കാരണം എന്ത് ചെയ്യുന്നു? നമുക്ക് വരുന്ന അസുഖങ്ങളാണ്, മീൻസ് ഡിസീസസിനെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ സിമ്പിൾ ആണ്. നമ്മുടെ ഡയബറ്റിസ് അല്ലെ? ഡയബറ്റിസ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ വരുന്നത്. ക്യാൻസർ ഒക്കെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ മക്കളെ. ബ്ലഡിന് വരാം, പിന്നെ ലിവർ ക്യാൻസർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിൽ ക്യാൻസേഴ്സ് ഉണ്ട്. പിന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്. മക്കളെ കുറേ ഈ ഫാറ്റി ആയിട്ടുള്ള കുറേ ഫുഡൊക്കെ കഴിക്കുക, ഓയിലി ഫുഡ്. അപ്പൊ കൊളസ്ട്രോൾ ഒക്കെ കൂടിയ നമുക്കിവിടെ ഹാർട്ടിനൊക്കെ പെയിനും അങ്ങനെയുള്ള സ്റ്റോക്കും അതുപോലെ തന്നെ സ്ട്രോക്കും
എന്താണ് നെഞ്ചിനൊക്കെ ഭയങ്കര പ്രയാസമൊക്കെ ആയിരിക്കും. അങ്ങനെ കുറെ ഡിസീസ് ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്ത് വരാറുണ്ട്. പിന്നെ ആസ്മ, എപ്പോഴും നമ്മൾ എന്താണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ ഇങ്ങനെ വരാണ്, അങ്ങനെയുള്ള പൊടിയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നിൽക്കണമെങ്കിൽ ചില ആളുകൾക്ക് ശ്വാസം മുട്ടൊക്കെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകും അല്ലേ. അതുപോലെ ആസ്മയിലേക്കൊക്കെ അത് വരും ഒത്തിരി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് വരുന്ന ഡിസീസിനെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. മക്കളെ, കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ക്ലിയർ ആയി വിത്ത് എക്സാമ്പിൾ. റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് ടാറ്റ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ യെസ് എല്ലാവരും കാണിക്കണേ. മടി പിടിക്കുന്നവരൊക്കെ സാറ് വിളിച്ചോട്ടാ. ഓക്കെ, ഒരാളെ വിളിക്കാലോ. ആരോണേ? ഗുഡ് ഈവനിങ്. കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും സെറ്റ് ആണോ? റെഡി ആണല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പിക്ചർ എന്താണ്? എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നതെന്നല്ലേ. കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പാത്തജൻസ് വഴി വരുന്ന ഡിസീസ് ആണ്. അപ്പോൾ ഈ പാത്തജൻസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത്? യെസ്, ഒരാളെ വിളിക്കാലോ. അനാദ്യ മിസ് ചോദിക്കട്ടെ, ചുമ്മാ അങ്ങ് പോകുമ്പോ വെറുതെ അങ്ങ് വരുന്ന ആൾക്കാരാണോ പാത്തജൻസ്? എന്നാൽ കുറച്ചു നേരം ഞാൻ പറന്ന് നടന്നതല്ലേ. എല്ലായിടത്തും ഞാൻ മണ്ണിലുണ്ട്, എന്താണ് സോയിലുണ്ട്, വാട്ടറിലുണ്ട്, എയറിലുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബോഡിയിലേക്ക് അങ്ങ് കയറുന്നതാണോ ചുമ്മാ? അല്ല അല്ലേ, അതിനൊക്കെ ഒരു റീസൺ ഉണ്ടല്ലേ. വെറുതെ അങ്ങനെ ഒരു ഡിസീസ് നമുക്ക് വരില്ല അല്ലേ. അപ്പൊ ഇതെന്താ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ചാർട്ടില്, ഫ്ലോ ചാർട്ട് പോലെ? എന്തത്? പാത്തജൻസ് വഴി എങ്ങനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നതെന്നല്ലേ? ആണോ? യെസ്, വെരി ഗുഡ്. അപ്പൊ നോക്കിക്കേ, രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഡയറക്റ്റ് കോണ്ടാക്ട്. ഞാൻ പോയിട്ട് എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്, ഞാൻ പോയിട്ട് ആർക്കാണ്? നമുക്ക് ഒരാൾക്ക്, യെസ് അദ്വൈതിന് ഞാൻ പോയി ഷെയ്ക്കാൻ്റെ കൊടുത്തു. അദ്വൈത് അങ്ങനെ വെറുതെ ഇരിക്കേണ്ട എന്നൊക്കെ വിചാരിച്ച് അദ്വൈതിന് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഷെയ്ക്കാൻ്റെ കൊടുക്കാണ്. എനിക്ക് ഓൾറെഡി അസുഖമുണ്ട്. ഞാൻ പാവം അദ്വൈതിന് കൊണ്ടുപോയി ഷെയ്ക്കാൻ്റെ കൊടുത്തപ്പോ എന്തു പറ്റി? ആ ഡിസീസ്, എൻ്റെ ഒരു സ്നേഹമാണ്, ആ ഡിസീസ് അദ്വൈതിന് കിട്ടി. അപ്പം പറയണം അദ്വൈത, മിസ്സേ ആടോ എന്ന് എൻ്റെ അടുത്ത് പറ്റൂല, ഞാൻ മിസ്സിന് ഷെയ്ക്കാൻ്റെ തരൂല. അങ്ങനെയാണോ അദ്വൈതേ? യെസ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ എന്ത് ചെയ്തു? അദ്വൈതിന് കൊണ്ട് നമ്മൾ ഷെയ്ക്കാൻഡ് കൊടുത്തു ഫസ്റ്റ്. അപ്പൊ എന്ത് ചെയ്തു? പാവം അവന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, അവനും ആ ഒരു ഡിസീസ് വരൂല്ലേ. യെസ്. പിന്നെ എങ്ങനെയാ മക്കളെ വരുന്നത്? നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ നമ്മൾ ഇടാനായിട്ട് കൊടുക്കും. ബട്ട് നമ്മൾ ഇൻഫെക്റ്റഡ് ആണ്. ഇതാണ് കേട്ടോ മിസ് ഇൻഫെക്റ്റഡ് ആണ്, അസുഖമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ വേറൊരാൾക്ക് കൊടുക്കാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ആൾക്കും എന്ത് ചെയ്യും? ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യും. ക്ലിയർ ആണ് മക്കളെ? അപ്പൊ ഒന്ന് എന്താ? ഡയറക്റ്റ് വഴി. ഡയറക്റ്റ് എങ്ങനെയാണ്? നമ്മൾ ജസ്റ്റ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ടച്ച് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വഴിയാണ് ഈ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത്, അതിൽ തന്നെ ഫസ്റ്റ് വരുന്നത് ഡ്രസ്സ് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ വെള്ളം. ഇപ്പൊ ഞാൻ എനിക്ക് എന്താണ് ഡിസീസ് ആണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു. അത് ഞാൻ വേറൊരാൾക്ക്, ഞാൻ കുടിച്ച ആ വെള്ളം വേറൊരാൾക്ക് കൊടുക്കാണ്. ഞാൻ സാറിന് കൊടുത്തു. അപ്പൊ എന്ത് പറ്റും? ആ അസുഖം സാറിനും വരും അല്ലേ? അത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. പിന്നെ ഫുഡ്, എല്ലാവർക്കും ഫുഡ് ഇഷ്ടമാണല്ലേ അല്ലേ മക്കളെ? ഫുഡ്, അപ്പൊ നല്ലൊരു ഫുഡ് ഇഷ്ടമല്ലേ പ്രാർത്ഥന? പിന്നെ ഇങ്ങനെ ഓക്കെ. അതായത് നല്ലൊരു ബിരിയാണി കിട്ടി, മിസ്സിന് വയ്യ, എന്നാലും മിസ് ബിരിയാണിയൊക്കെ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ സാറിനും കുറച്ച് ബിരിയാണി കൊടുത്തു. എന്താണ് പാവ സാറ് ബിരിയാണി അല്ലേ എന്നൊക്കെ ഓർത്ത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷെ എന്താ പറ്റിയത്? ഫുഡ് വഴി എന്ത് ചെയ്യും? ആ ഇൻഫെക്റ്റഡ്, ആ സാറിന് എന്ത് ചെയ്യും? ആ ഇൻഫെക്ഷൻ കിട്ടും. ക്ലിയർ ആണ് മക്കളെ? അതൊക്കെ ഇൻഡയറക്റ്റാ. പിന്നെ ഒരു ആശാൻ ഉണ്ട് കേട്ടോ. ആരാന്നറിയോ? പാവത്താനെ പോലെ ഇരിക്കും. നമ്മുടെ അടുത്ത് ഇടക്കിടക്ക് വരാറുണ്ടല്ലേ. രാത്രിയൊക്കെ ആവുമ്പോ വരും. ഇങ്ങനെ പാട്ടൊക്കെ പാടി, മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് വരും. ആരാന്നറിയാവോ? എന്റെ പാട്ടൊക്കെ കേൾക്കൂന്ന് പറഞ്ഞ് വരുന്നത്. യെസ്, ഒരാളെ വിളിച്ചേ. അമ്മയാ? ഇടക്ക് ഒരാള് വരുമല്ലേ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട്. ആരാണോ പാട്ടുകാരൻ?
മോസ്കിറ്റോ അല്ലേ? യെസ്. മിസ്സേ എന്താണ് ഒരു 6th പഠിക്കുമ്പോൾ മലയാളം സബ്ജക്റ്റ് ആണ്. അതില് ഒരു കവിതയാണ്, ഓർക്കുന്നില്ല മിസ്. ഈ മോസ്കിറ്റോടെ ഒരു സങ്കടം പറയണ ഒരു സംഭവമായിരുന്നു. മോസ്കിറ്റോടെ ഒരു കൊതുക് വന്നിട്ട് നമ്മളോട് സങ്കടം പറയാണ്. അപ്പോൾ കൊതുക് ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് വന്നിട്ട് സങ്കടം പറയാ, അതായത് എൻ്റെ വിഷമം ഞാൻ പറയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി, ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ കൊതുക് വന്ന് പറയും, എൻ്റെ പാട്ട് നിങ്ങൾ എത്രയോ പാട്ടുകൾ കേൾക്കുന്നുണ്ട് അല്ലേ, പക്ഷെ എൻ്റെ പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല. എത്രയോ വന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ വന്നിട്ട് ഈ പാട്ടൊക്കെ മൂളിപ്പാട്ട് പാടുന്നത്. പക്ഷെ അത് നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാവം കൊതുക് എന്ത് ചെയ്യാണ്, അങ്ങ് സങ്കടപ്പെടയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും കൊതുക് പാവാണെന്ന്, പക്ഷെ കൊതുക് എങ്ങാനും നമ്മുടെ ബോഡിയിൽ വന്ന് ടച്ച് ചെയ്ത അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യും, കൊല്ലൂ അല്ലേ? യെസ്. അപ്പൊ തന്നെ അതിനടിച്ചു കൊല്ലും, നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ കൊതുക് ഒരുപാട് പാട്ടൊക്കെ പാടി നമുക്ക് തരാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള പാവത്താനെ പോലെ ഇരിക്കണ ഒരു വില്ലനാണ് ആര്, കണ്ട ഭയങ്കര പാവം മാന്യനാന്ന് തോന്നും. അങ്ങനെയുള്ള ഒരാളാണ് ആര്, നമ്മുടെ മോസ്കിറ്റോ എന്ന് പറയുന്നത്. മോസ്കിറ്റോ മാത്രല്ല കേട്ടോ, നമ്മളിപ്പോ അല്ലാത്ത വെക്ടേഴ്സും ഉണ്ട്. നമ്മുടെ ഹൗസ് ഫ്ലൈ, ലീച്ചൊക്കെ വരുന്നതാണ്. ഫുഡൊക്കെ വന്നിട്ട് അവിടെ പോയിട്ടൊക്കെ ഇരുന്നിട്ട് അടുത്ത ഫുഡിലേക്കൊക്കെ വന്ന് എന്ത് ചെയ്യും, ഈ ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയ, അല്ലെങ്കിൽ വൈറസ് ആണെങ്കിൽ വൈറസ്, ഇതിനെയൊക്കെ കൊണ്ടുവന്ന് നടക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പൊ മോസ്കിറ്റോ എങ്ങനെ കൊണ്ടുപോകാം, ഇപ്പൊ കൊള്ളില്ലാത്തൊരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡോ വേസ്റ്റോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ ബാക്ടീരിയ വൈറസ് ഒക്കെ ഉണ്ടാവും മക്കളെ. അപ്പൊ ഇതാണ് നമ്മുടെ കൊതുക്. നമ്മുടെ കൊതുകാണ്. ഈ മോസ്കിറ്റോ എന്താ ചെയ്യാ, മിസ്സിന് ഭയങ്കരമായിട്ട് പടം വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, മിസ്സിന്റെ പിക്ചർ കണ്ട്. യെസ്. അപ്പൊ നമ്മുടെ ഈ കൊതുകാണ് ഈ കാണുന്നത്. ഈ കൊതുക് എന്താ ചെയ്യാ, മോസ്കിറ്റോടെ ഈ ഒരു അവരുടെ ലെഗും അവരുടെ ആ ഒരു പോർഷൻ ഉണ്ടാവില്ലേ, ബോഡി പാർട്സ് ഉണ്ടാവില്ലേ, ആ ബോഡിയിൽ എന്തുണ്ടാകും, ഈ ബാക്ടീരിയ ഒക്കെ വന്നിരിക്കും. ഇവര് കൊള്ളില്ലാത്ത ഫുഡോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറോ ഫുഡോ വേസ്റ്റോ അതിലൊക്കെ പോയി അങ്ങ് ഇരിക്കുമ്പോൾ ഇവരുടെ കാലൊക്കെ ഉണ്ടല്ലോ, അവരുടെ ബോഡി പാർട്സിലൊക്കെ ഈ ബാക്ടീരിയ വൈറസ് ഒക്കെ കയറിയിരിക്കും. എന്നിട്ട് അത് വന്ന് നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ അവര് ബ്ലഡ് സക്ക് ചെയ്യുമല്ലോ, അല്ലാണ്ട് ബ്ലഡ് എടുക്കും. അപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ട് മിസ്സിന് അസുഖമുണ്ട്, ഡിസീസ് ഉണ്ടെങ്കിൽ മിസ്സിന്റെ ബ്ലഡ് കുടിക്കും. എന്നിട്ട് അടുത്ത ആൾക്ക്, ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ആ ബ്ലഡ് വഴി ആ ബാക്ടീരിയനൊക്കെ എന്ത് ചെയ്യും, കൊടുക്കും. ഇനി ഈച്ചയാണ്, നമ്മുടെ ഹൗസ് ഫ്ലൈ ഒക്കെ ആണെങ്കിൽ എന്താ വിനായിക ചെയ്യാ, എന്ത് ചെയ്യും, നേരെ പോയിട്ട് ആ വേസ്റ്റിലൊക്കെ പോയിട്ടുള്ള ഇരിക്കുന്ന ആ ബാക്ടീരിയനൊക്കെ അവരുടെ ബോഡി പാർട്സിൽ കൊണ്ടുവന്ന് നേരെ ആർക്ക് കൊടുക്കും, ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ബാക്ടീരിയ വൈറസും ഒക്കെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോസ്കിറ്റോനെ നമ്മുടെ ഈ ഹൗസ് ഫ്ലൈനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ ബസ്സൊക്കെ പറയൂലേ, ബസ്സിലും കാറൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കൊണ്ടു നടക്കൂലേ, ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യൂലേ. അതുപോലെയൊക്കെ നമ്മുടെ എന്ത് ചെയ്യും, മോസ്കിറ്റോ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ ബാക്ടീരിയനെ വൈറസിനെയൊക്കെ കൊണ്ടു നടക്കും. അപ്പൊ അങ്ങനെ ചില ഡിസീസ് ആണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് വെക്ടേഴ്സ്, ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ഡയറക്റ്റ് കോണ്ടാക്ട് വഴി നമ്മൾ പഠിച്ചു എന്താണ്, ജസ്റ്റ് ആ ഒരു ഷേക്ക് ഹാൻഡ്, ടച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന അസുഖങ്ങളാണ്. യെസ്. സെക്കൻഡ് നമ്മൾ പഠിച്ചത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാണ്. അത് ഫുഡ് വഴിയാകാം, അല്ലെങ്കിൽ നമ്മുടെ വെക്ടേഴ്സ് ഉണ്ട്, മോസ്കിറ്റോ, ഇൻസെക്ട് എന്നൊക്കെ പറയും. ക്ലിയർ ആണ് മക്കളെ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗാനിസംസ്, ആനിമൽ വഴി അല്ലേ. നമുക്ക് പട്ടീനെയും പൂച്ചേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. ചില സമയത്ത് ഇപ്പോൾ ഒരിടക്കൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ കോഴികളൊക്കെ നമ്മൾ ഈ ചിക്കനൊക്കെ വാങ്ങിക്കാനായിട്ട് പോവില്ലേ, അപ്പൊ പറയും എന്താണ്, അതിന് പക്ഷിപ്പനിയാന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ വില കുറന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, ആരും പോയി വാങ്ങിക്കില്ല. കാരണം നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുരങ്ങ്, ഈ മങ്കീസിനെയൊക്കെ ഒരുപാട് നമ്മൾ പോയി തൊടരുതെന്നൊക്കെ പറയും. ചിലപ്പോൾ അവരിൽ നിന്നും കുരങ്ങ് പനി അങ്ങനെയൊക്കെ കുറെ ഡിസീസ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് വരും. അപ്പൊ എപ്പോഴും അല്ല, ചില ടൈമില് പറയാൻ പറ്റില്ല. ഇതുപോലെ പട്ടിയും പൂച്ചയൊക്കെ അവർക്ക് ഡിസീസ് ഉണ്ടെങ്കിൽ അതുവഴി എന്ത് ചെയ്യും, നമുക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ. മക്കളെ ക്ലിയർ ആണോ? യെസ്. വേദ് ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ആനിമൽ വഴിയാകാം, അല്ലെങ്കിൽ വെക്ടേഴ്സ് വഴിയാകാം, ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് വഴിയാകാം. ദെൻ എന്തൊക്കെ വരാം, ഡയറക്റ്റ് ആയിട്ട് വരാണെങ്കിൽ നമ്മള്
എയർ വഴി ആകാം, നമ്മൾ ശ്വസിക്കുന്നു അല്ലെ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, അപ്പൊ ആ എയർ വഴി വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ വരാം. ക്ലിയർ ആണോ മക്കളെ? ഈ ഒരു സൈക്കിൾ ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ടാറ്റ കാണിച്ചേ. ഓക്കെ, ഒരാളെ വിളിക്കാലോ. എമി, എമി മിസ് ഇപ്പൊ പറഞ്ഞു ഡയറക്റ്റ് കോണ്ടാക്റ്റും പറഞ്ഞു ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റും പറഞ്ഞല്ലേ അല്ലേ മക്കളെ? യെസ്. എമി അന്ന് പറഞ്ഞ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ മിസ് എന്തായിരുന്നു പറഞ്ഞത്? യെസ്, എമി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് ആയിക്കോട്ടെ. യെസ്, ഓക്കെ, കുഴപ്പമില്ല. വേറൊരാളെ വിളിച്ചോ. ഓക്കെ, വേറൊരാളെ വിളിച്ചോ. പ്രാർത്ഥന, ഫസ്റ്റ് മിസ് പറഞ്ഞ ഡയറക്റ്റ് കോണ്ടാക്ട് ഏതായിരുന്നു? ഷെയ്ക്ക് ഹാൻഡ് വഴിയൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ? യെസ്, കോണ്ടാക്ട് വഴി കിട്ടുന്നതാണല്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് മിസ് പറഞ്ഞ ഇൻഡയറക്റ്റ് എന്തൊക്കെയായിരുന്നു? ഫുഡ് വഴി, പിന്നെ മോസ്കിറ്റോ വെക്ടേഴ്സ് വഴി. യെസ്, വെരി ഗുഡ്. പിന്നെ എന്താണ്? ആനിമൽസ് ഒക്കെ വഴി നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ എയർ വഴി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ മക്കളെ? ഈ പോയിന്റ് ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മിസ് ഇപ്പൊ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. കണ്ടോ, ഇത് ദേ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്ന കണ്ടോ, ഒരാളെ കണ്ടോ? ഇത് നമ്മുടെ സാറാണേ. ഇന്ന് സാറിന്റെ ഡേ ആണ്. ഓക്കെ, എനിക്ക് എക്സാമ്പിൾ ആയിട്ട് വേറെ ആരും ഇല്ല ഇവിടെ. അപ്പൊ നമുക്ക് എന്താണ്, സാറിനെ വിളിക്കണം. അപ്പൊ നമ്മുടെ സാർ ഇവിടെ നിൽക്കാണ്. സാറിന് ദേ കഫോ സ്നീസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്ക്. ദേ ഇവിടെ വേറൊരാൾ നിൽക്കാണ്. തൽക്കാലം ഇപ്പൊ ആരെ നമുക്ക് വിളിക്കാം? മിസ് നിൽക്കാം. ഓക്കെ, ഇവിടെ മിസ് നിൽക്കാണേ, അപ്പുറത്ത് സാറ് നിൽക്കാണ്. അപ്പൊ ദേ ഇവിടെ സാറിന് കഫ് ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ സ്നീസോ എന്തെങ്കിലും ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇത് എന്ത് ചെയ്യും? നേരെ എനിക്ക് കിട്ടൂലേ, മിസ്സിന് കിട്ടൂലേ, ഡയറക്റ്റ് ആയിട്ട് അല്ലേ മക്കളെ? യെസ്. അല്ലെങ്കിൽ ഡയറക്റ്റ് വേറെ രീതിയിൽ എങ്ങനെ കിട്ടാ? മിസ്സിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നു, ഒന്നല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഐറ്റംസ്, ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തു, അങ്ങനെയും കിട്ടാ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ചില ഡിസീസ് ഒക്കെ നമ്മൾ വെള്ളം കുടിക്കൂലേ, ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ് വഴി ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെയും അസുഖങ്ങൾ വരാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആരോണാണോ അത്? ആരാണ്? യെസ്, വിളിച്ചു. അർഷികെ ഇത് പറയുമ്പോ അർഷിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. നല്ല എക്സാമ്പിൾസ് അല്ലേ? അർഷിക്കെ ശ്രദ്ധിക്കുന്നുണ്ടാ? ഓക്കെ ഓക്കെ, വേറെ ഒരാളെ വിളിക്കാം. യെസ്, രാഹുലേ ക്ലിയർ ആയോ? ദേ സാറും മിസ്സും നിക്കണം കണ്ടോ? എന്താ സംഭവിച്ചിവിടെ? സാറിന് കഫ് ഉണ്ടല്ലേ, എനിക്ക് കിട്ടോ? എങ്ങനെ കിട്ടാ? ഒന്ന് എയർ വഴി കിട്ടും. യെസ്, വെരി ഗുഡ്. പിന്നെ എങ്ങനെ കിട്ടാ? അതെങ്ങനെയാ? ഷെയ്ക്ക് ഹാൻഡ് അല്ലേ? പിന്നെ എങ്ങനെ വേറെ എന്തൊക്കെയാ ഉണ്ടാവാ? പേഴ്സണൽ ഐറ്റംസ് ഷെയർ ചെയ്യുമ്പോ. യെസ്. പിന്നെ വേറെ എങ്ങനെയാ? കണ്ടാമിനേറ്റഡ് ഡ്രിങ്കിങ് വാട്ടറും ഫുഡൊക്കെ നമ്മൾ കഴിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനത്തെ ഡിസീസ് കിട്ടും അല്ലെ? ഇതൊക്കെയാണോ മക്കളെ എന്ത് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ എന്ത് നമുക്ക് എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളത്. ക്ലിയർ ആണോ മക്കളെ? യെസ്. ദേ കണ്ടോ, ഇതാരിത്? ഒരാളെ വിളിക്കാലോ. യെസ്, ദൃശ്യാണോ ഇത്? നമുക്കതിനെ കരുതാം അല്ലേ? ദൃശ്യ ജേംസിനെ എല്ലാരും ഇങ്ങനെ റെഡി ആക്കിയാണല്ലേ. ഇവിടെ നമ്മൾ മാത്രം മതിയില്ലേ? എന്നെ തൊടാൻ വരണ്ടെന്ന് പറഞ്ഞ് മാസമായിട്ട് അടിക്കുന്നതാണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ദൃശ്യ ഇതുപോലത്തെ ജേംസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കണമെങ്കിൽ ഒരു പരിധി വരെ, ഒരു ലിമിറ്റ് വരെ ഇതിനെയൊക്കെ നമ്മൾ തടയണം. ഇതുപോലെ തല്ലി നമുക്ക് റെഡി ആക്കണം അല്ലേ? എന്താ ചെയ്യാ? അതിനിപ്പോ ചെയ്യാൻ പറ്റിയ ഒരു സൊല്യൂഷൻ എന്താ? എപ്പോഴും നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളമൊക്കെ കുടിക്കാം അല്ലേ? ഓക്കെ. പിന്നെ എന്താണ്? യെസ്, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? ഫുഡൊക്കെ കവർ ചെയ്ത് വെക്കുക. എപ്പോഴും അത് കവർ ചെയ്ത് വെക്കുക, ഇങ്ങനെ തുറന്ന് വെക്കരുത്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണാറുണ്ടല്ലേ അല്ലെ? എപ്പോഴും ഫുഡ് തുറന്നിരിക്കുക. പറയാൻ പറ്റില്ല, അതിൽ പല പല ബാക്ടീരിയയും ഡസ്റ്റും ഒക്കെ വന്ന് ആ ഫുഡ് എന്തായിട്ടുണ്ടാവും? കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. യെസ്. പിന്നെ എന്താ ദൃശ്യം? പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യാ?
ഹൈജീൻ വേണോ അല്ലേ? പേഴ്സണൽ ആയിട്ട് എപ്പോഴും ഹൈജീൻ, നമ്മൾ കുളിക്കുക, കറക്റ്റ് ബാത്ത് ചെയ്യുക, അതുപോലെ ബ്രഷ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുക. അപ്പൊ കുറെ എന്താ ഡിസീസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ നമുക്ക് നല്ല ഫുഡ്, ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, കുറേ ദിവസമുള്ള കഴിഞ്ഞ ഫുഡുകൾ കഴിക്കാതിരിക്കുക. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാൽ ഫുഡ് പോയ്സണിങ് വരും മക്കളെ. ഫുഡ് പോയ്സൺ അടിച്ചാൽ തീർന്ന്, ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ എന്ത് ചെയ്യണം? ഇതുപോലെ നമുക്ക് അവരെയൊക്കെ നശിപ്പിക്കണമെങ്കിൽ എല്ലാ ഓർഗാനിസ്, അതായത് ജേംസിനെ നമുക്ക് കൊല്ലണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഇനീഷ്യേറ്റീവ് എടുക്കണം, നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഓക്കെ, എപ്പോഴും ക്ലീൻ ആയിട്ട് ഹെൽത്തി ആയിട്ട് നടന്നാല് കൈയൊക്കെ കറക്റ്റ് ആയിട്ട് ഹാൻഡ്സ് ഒക്കെ വാഷ് ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഹാൻഡ്സ് വാഷ് ചെയ്യുക, അല്ലേ? അതൊക്കെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ വലിയ വലിയ ഡിസീസ് ഒന്നും വരില്ല. ഒരു പരിധി വരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലേ? കൊറോണ സമയത്ത് അങ്ങനെയായിരുന്നല്ലേ? എപ്പോഴും സാനിറ്റൈസർ എടുക്കുന്നു, നമ്മൾ അത് ക്ലീൻ ആക്കുന്നു, പിന്നെന്താ, നമ്മൾ വാഷ് ചെയ്യുന്നു. സ്റ്റീവേ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇവിടെ മിസ് ഇപ്പൊ എന്താ പറഞ്ഞ? ഇവിടെ ആയിരുന്നോ? പിന്നെ എങ്ങനെയാണ് ഹാൻഡ്സ് ഒക്കെ വാഷ് ചെയ്യാറുന്നല്ലേ വരുമ്പോ തന്നെ? സോപ്പ് ഇടും. കഷ്ടപ്പെട്ടല്ലേ കൊറേ? ഓക്കെ, എങ്ങനെയെങ്കിലും ഇതിനൊക്കെ ഇല്ലാതാക്കിയാൽ മതി എന്നല്ലേ വിചാരിച്ചത് ആ സമയത്ത്? അത് ശരി, പക്ഷെ നമുക്ക് പേടിയല്ലേ? എനിക്കും വന്നില്ല, പക്ഷെ വന്നില്ല എന്ന് വിചാരിച്ചാലും നമുക്ക് ടെൻഷനാണ്. ആദ്യമായിട്ടാണല്ലേ സാറേ അങ്ങനെ ഒരാളെ കാണുന്നേ? ആഗ്രഹിച്ചൊക്കെ ഇരിക്കുന്നത് ഇവിടെ സാറൊക്കെ നമുക്ക് വരരുതെന്നാണല്ലോ വിചാരിച്ച. നമ്മളൊക്കെ പേടിച്ചൊരു സ്ഥലത്ത് ഇരിക്കാറുന്ന്, അപ്പോഴാണ് വരാൻ ആഗ്രഹിക്കുന്ന ആള്. സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ, എപ്പോഴും ടി വി എടുത്ത് നോക്കി ന്യൂസിൽ കാണാറുണ്ടല്ലോ എന്താ സംഭവിക്കണേന്നുള്ളത്. യെസ്, വാക്സിൻ ഒക്കെ എടുത്തോണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ വരാതിരിക്കട്ടെ. ഇനി നോക്കിക്കേ മക്കളെ, മിസ് വെക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ? ഒരാളെ കൂടി വിളിക്കാലോ മക്കളെ. വെക്ടേഴ്സ് മിസ് പറഞ്ഞായിരുന്നല്ലേ? യെസ്, ആരാണ്? ഹരിനന്ദ. യെസ്, വെക്ടേഴ്സ് എന്തായിരുന്നു ഹരിനന്ദ? The insects which spread diseases. ഓക്കെ, അതായത് ഈ പാത്തജൻസിനൊക്കെ കൊണ്ട് നടക്കുന്ന ആള് അല്ലെ? പാത്തജൻസിന് ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? കൊണ്ട് കൊടുക്കണ ആളാണ് ആര്? ഈ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത ഒരു ഹെൽത്തി പേഴ്സൺ അല്ലെ? ആ ഹെൽത്തി പേഴ്സണിലേക്ക് ഈ ഒരു അസുഖം കൊണ്ടുവന്ന് കൊടുക്കണത് ആരാ? നമ്മുടെ ഈ വെക്ടേഴ്സ് ആയിരിക്കും. മിസ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാട്ടോ. നോക്കിക്കേ, ഒരാളെ വിളിക്കാലോ. യെസ് മക്കളെ, എല്ലാരും ശ്രദ്ധിച്ച് മിസ് ഒരു എക്സാമ്പിൾ പറയാൻ പോവാണേ. വേദേ, ഓക്കെ വേദേ, നമ്മൾ നല്ല ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പുറത്ത് ഒരു എന്താണ് കുറച്ച് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ട് കിടക്കുന്ന മോശമായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. നമ്മൾ നല്ല ചൂടോടുകൂടി ഒരു ഫുഡ് കഴിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവിടെ നിന്നും എന്താണ് ഒരു ഈച്ചയോ ഒരു മോസ്കിറ്റോയൊക്കെ വന്ന് ഈ ഫുഡിൽ ഇരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കളയൂ അല്ലേ? പക്ഷെ നമുക്കറിയില്ല ഇത് എവിടുന്നാ വന്നേന്നുള്ളതൊന്നും. വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്നാണ് ഇവർ വന്നേക്കണത്. ഇവരെന്ത് ചെയ്യും? ഇന്ന് ഇവന് തന്നെ പണി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ ആശാമാര് നേരെ കൊണ്ടുപോയി ഈ ബാക്ടീരിയനും വൈറസിനെയൊക്കെ എന്ത് ചെയ്യും? കൊണ്ടുതരും അല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡില്. അപ്പൊ അതുപോലെയൊക്കെ ഈച്ചേനെ ഓടിക്കാറുണ്ടാ? അപ്പൊ ഈ കഴിക്കുന്ന ഫുഡിലേക്ക് ഈ ഓർഗാനിസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ബാക്ടീരിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് പയ്യ ആ ഫുഡ് കഴിക്കൂലേ? നമ്മള് കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് പയ്യ വയറുവേനൊക്കെ എടുക്കാൻ തുടങ്ങും അല്ലേ? ലൂസ് മോഷനും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരും. തലവേദന എടുക്കാൻ തുടങ്ങും, പയ്യ ഫീവർ വരാൻ തുടങ്ങും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ ടൈഫോയിഡ് ഒക്കെ വരുന്നത്. ഇതുപോലത്തെ ടൈഫോയിഡും കോളറ അങ്ങനെയൊക്കെ കൊള്ളില്ലാത്ത വാട്ടർ, അതുപോലെ ഫുഡ്, പിന്നെ ഫീസസ് ഇല്ലേ, അതായത് നമ്മൾ വേസ്റ്റ് എക്സ്ക്രീറ്റ് ഉണ്ടല്ലോ, ആനിമൽ വേസ്റ്റ്, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്ന അസുഖങ്ങൾ കൊണ്ടുവന്ന ആരെ വിളിക്ക? വേദേ, എന്താ വിളിക്കാശാനെ? ഉറക്കം പറ കേക്കട്ടെ. യെസ്, വെക്ടേഴ്സ്. മക്കളെ ക്ലിയർ ആയ? വെക്ടേഴ്സ് എന്താണെന്ന് ചോദിക്കൂ കേട്ടോ, ഡെഫിനിഷൻ. യെസ്, വെക്ടേഴ്സ് മനസ്സിലായെങ്കിൽ സാർ നമുക്ക് ആ ഒരു പോൾ ഇടാം അല്ലേ?
ആ ഓക്കെ. മിസ് ഒരു പോൾ ഇടണം. ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് എല്ലാവരും ആൻസർ ചെയ്യണേ. ഓക്കെ, പെട്ടെന്ന് എല്ലാവരും ആൻസർ ചെയ്ത് നോക്കട്ടെ, നിങ്ങളുടെ പവർ നോക്കട്ടെ, മനസ്സിലായോന്ന്? മക്കളെ 4ലും പോയിട്ട് ആൻസർ കുത്തരുത് പ്ലീസ്, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണേ. ഓക്കെ, ഒന്ന് ആരൊക്കെയോ തെറ്റിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആൻസർ എഴുതുക, ഉടനെ ചാടി പോയിട്ട് ആൻസർ ഒരിക്കലും ചെയ്യരുത്. യെസ്, ആരാണത് അറിയാൻ? ഓക്കെ, ഒരാളുണ്ടല്ലേ. ഓക്കെ, ബാക്കി എല്ലാവരും കറക്റ്റ് ആക്കി. യെസ്, ഓക്കെ, ആ ഒരാളെ നമുക്ക് വിളിക്കാം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മക്കള് നോക്കിക്കേ, ആൻസർ എന്തായിരുന്നു? ഒരാളെ നമുക്ക് വിളിക്കാലോ. നേത്ര, നേത്ര ആൻസർ കറക്റ്റ് ആയിട്ടാണോ എഴുതിയത്? ഏതായിരുന്നു ആൻസർ? ഉറക്കെ പറഞ്ഞു. വെക്ടേഴ്സ് അല്ലേ? യെസ്, അതായത് പാത്തജൻസിനെ ക്യാരി ചെയ്ത് എന്താണ് കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ വെക്ടേഴ്സ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അല്ലേ? നിങ്ങൾ പാവല്ലേന്ന് ഓർത്തിട്ട് ഞാൻ മിസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് അല്ലേ? മിസ് എന്ത് പാവമാണല്ലേ? അപ്പോ പാവങ്ങളല്ലേന്ന് ഓർത്ത് ടഫ്. ഈ സാർ എന്നെ പറയും മിസ് എന്ത് പാവാണെന്ന്. ആണോ സാറേ? സമ്മതിച്ചു തരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വാമപ്പ് ചെയ്യാം അല്ലേ? യെസ്, എല്ലാവരും എഴുന്നേറ്റേ നോക്കട്ടെ. യെസ്, എല്ലാവരും എഴുതുന്നതും എല്ലാ കാര്യങ്ങളും മിസ് ടൈം തരാം. ഓക്കെ, ടൈം തരാം. യെസ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നേ, ഒന്ന് സ്ട്രെച്ച് ചെയ്തേ. എഴുന്നേക്കാത്ത ആൾക്കാരൊക്കെ നമുക്ക് ഡാൻസ് ചെയ്യിപ്പിക്കാം. ഇപ്പം സാറേ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ, അവരെ എഴുന്നേക്കണില്ല. യെസ്, ആരാണത്? ഓക്കെ, മക്കളെ എല്ലാവരും ഒന്ന് സ്ട്രെച്ച് ചെയ്തേ. യെസ്, ഒന്ന് ഹാൻഡ്സ് ഇതുപോലെ സ്ട്രെച്ച് ചെയ്തേ. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നല്ലപോലെ സ്ട്രെച്ച് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ അങ്ങ് വരട്ടെ, ആ എനർജി ഒക്കെ അങ്ങ് എല്ലായിടത്തും എത്തട്ടെ. ഓക്കെ, അതുപോലെ നീ കണ്ടോ ഷോൾഡർ ഇതുപോലെ. യെസ്, എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, എല്ലാവരും അടിപൊളിയാണ്. യെസ്, ഇതുപോലെ റിസ്റ്റും അതുപോലെ തന്നെ ചെയ്യാം. യെസ്, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ, ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും. അപ്പൊ ഒന്നും കൂടി ഒരു എനർജി നമുക്ക് കിട്ടും, അത്രയും. ഓക്കെ, യെസ്, ഇപ്പൊ എല്ലാവരും സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞല്ലേ? എല്ലാവരും പയ്യെ സീറ്റിൽ വന്നിരുന്നോ? നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. കുറച്ച് ഡിസീസിനെ കുറിച്ചാ. ഇപ്പൊ നമ്മള് എന്താണ് എല്ലാവരും സീറ്റിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി. അദ്വൈത് എഴുന്നേറ്റില്ലായിരുന്നോ? ആ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ എല്ലാവരും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നേ, ഒന്ന് അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് റെഡി ആക്കിയിരുന്നേ. ഓക്കെ, മക്കളെ നോക്കിക്കേ, നമ്മള് ഇപ്പൊ എന്താ പഠിച്ചത്? കമ്മ്യൂണിക്കബിൾ ഡിസീസും അതുപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും എന്താണ് അതിന്റെ ഡെഫിനിഷൻ ആണ് പഠിച്ചത്. അതുപോലെ വെക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു. എങ്ങനെയാണ് ഈ ഡിസീസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതെന്നും പഠിച്ചു. ഈ 3 കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ടാറ്റ കാണിച്ചേ. നിങ്ങളൊന്ന് ആ പവർ ഒന്ന് കാണിച്ചേ. യെസ്, വെരി ഗുഡ്, സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഡിസീസ് നമ്മൾ പഠിക്കണം. ഈ ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ടേബിള് ഇപ്പൊ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് പോവേ. സോ ഫസ്റ്റ് ഡിസീസ് കോമൺ കോൾഡ് ആൻഡ് ഇൻഫ്ലുവൻസ. ഓക്കെ, ഇപ്പൊ മിസ് പറയാതെ ഇത് മിസ്സാണ് കേട്ടോ, മിസ്സാണ്. ഓക്കെ, മിസ്സിന് കോമൺ കോൾഡും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ അതൊരു ഡിസീസ് ആണ് നമുക്ക് വന്നു. എനിക്ക് മിസ്സിന് വന്നട്ടോ. ഇപ്പൊ മിസ് അങ്ങനെ നിക്കാണ്. പാവം ഞാന്, എനിക്ക് എങ്ങനെ മക്കളെ അസുഖം വന്നത്? ഏതാളാണ് എനിക്ക് ആ അസുഖം തന്നത്? നമ്മുടെ കൊച്ചു വൈറസ് ആണല്ലേ. പാവത്താനെ പോലെ ഇരുന്നിട്ട് നമ്മുടെ വൈറസ് ആണ് എന്ത് ചെയ്തത്? ആ ഡിസീസ് മിസ്സിന് തന്നത്. ഓക്കെ, മിസ്സിന് ഫസ്റ്റ് വന്ന അസുഖമാണ് കേട്ടോ. പെട്ടെന്ന് ഒരു കോമൺ കോൾഡും വന്നു, ഇൻഫ്ലുവൻസയും വന്നു. സഹിക്കാൻ പറ്റുന്നില്ല. വൈറസ് കാരണമെന്ന് മിസ്സിന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചേ, എന്റെ എവിടെയാണ് ഇതിന് സൈറ്റ്, അതായത് ഈ ഇൻഫെക്ഷൻ വന്നേക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറയാട്ടോ, മോളെ അതുണ്ടല്ലോ തനിക്ക് വന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിലാണെന്ന്. ആ സത്യം ഞാൻ എപ്പോഴാണ് അറിയുന്നത്. അതായത് ഡോക്ടർ പറഞ്ഞു എനിക്ക് വൈറസ് ഇൻഫെക്ഷൻ ആണ്, അത് വന്നേക്കുന്നത് എവിടെയാ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറയാണേ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണെന്ന്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി.
ഇതെവിടെയാ വന്നേക്കണേന്ന് ആലോചിച്ച. അപ്പൊ മിസ് എങ്ങനെ ഡോക്ടറിന് മനസ്സിലായത് ഈ അസുഖമാണെന്ന്? മിസ് ഡോക്ടറെ കണ്ടപ്പോ മിസ് പറഞ്ഞു തനിക്ക് കുറച്ച് സിംറ്റംസ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് സിംറ്റംസ്? എന്തായിരുന്നു? യെസ്, ഒരാളെ വിളിക്കാലോ. സൈനും സിംറ്റംസും മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെ വിളിച്ചോ. മരിയ, സൈനും സിംറ്റംസും എന്തായിരുന്നു? സിംറ്റം പറഞ്ഞാൽ മതി. സിംറ്റംസ് എന്തായിരുന്നു? ഓക്കെ, അതായത് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം അല്ലേ? നമുക്ക് വേദന അറിയും, പെയിൻ വരും അല്ലേ, ടയേർഡ് തോന്നൂലേ, അതുപോലെ നമുക്ക് എന്താ, അതുപോലെ തന്നെ ഡിസ്നസ്, ഒരു ഹെഡ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഒട്ടും വയ്യാത്ത പോലെയുള്ള ഒരു ഫീലിംഗ് വരും അല്ലേ? അതിനെയാണ് നമ്മൾ സിംറ്റംസ് എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അസുഖം കാരണം കുറച്ച് സിംറ്റംസ് നമുക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഫസ്റ്റ് സിംറ്റം ആണ് മക്കള് നോക്കണേ, മിസ്സിന് ഫസ്റ്റ് വന്ന ഡിസീസ് ആണ് കോമൺ കോൾഡ് ഇൻഫ്ലുവൻസ. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു എന്നോട് വൈറസ് ആണ് ഇത് കാരണം, ഈ അസുഖത്തിന് കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചേ എവിടെയാണ് ഈ അസുഖം എനിക്ക് വന്നേക്കണേന്ന് ചോദിച്ചു. അപ്പൊ പറയാണ് പുള്ളി, എവിടെയാണ് നിനക്ക് വന്നേക്കുന്നത്? റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് വന്നേക്കുന്നത് അല്ലേ? അവിടെ വരെ ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ച സിംറ്റംസ് ഡോക്ടറിന് എങ്ങനെ മനസ്സിലായത്? ഒന്ന് നെയ്സൽ കഞ്ചഷൻ, അതായത് മൂക്കൊക്കെ അടഞ്ഞിരിക്കുക, തുറക്കുന്നില്ല, അത്രയും അടഞ്ഞിരിക്കുകയാണ്. പിന്നെ ഡിസ്ചാർജ്, ഫ്ലൂയിഡ് ഇങ്ങനെ നോസീന്ന് മൂക്കീന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ സോർ ത്രോട്ട്, തൊണ്ടയൊക്കെ അടഞ്ഞു പോയി. പിന്നെ മിസ്സിന് ഭയങ്കര ഫീവർ, കഫ്, ചുമ, അതുപോലെ തന്നെ ബോഡി ഏക്ക്, അതായത് ഭയങ്കര ബോഡി പെയിന്. ഓക്കെ, ആകെ സീനായി. അങ്ങനെയാണ് ഡോക്ടറിന് മനസ്സിലായത് ഇത് കോമൺ കോൾഡ് ഇൻഫ്ലുവൻസ ആണെന്ന്. ഇനി ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒന്ന് പ്രിവെന്റ് ചെയ്യാം, അതായത് വരണേന് മുന്നേ ചെയ്യാം, വന്നു കഴിഞ്ഞ് ഇതിനെ കുറയ്ക്കാനായിട്ടും ചെയ്യാം അല്ലെ? പ്രിവെന്റ് ചെയ്യുന്ന മെഷേഴ്സ് ആരെ വായിക്കാൻ പോകുന്ന? പ്രജ്ഞ. യെസ്, പ്രജ്ഞ, ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്താ ചെയ്യാ? ഏറ്റവും ഫസ്റ്റ് റോയില് റൈറ്റ് ഹാൻഡില്. യെസ് പ്രജ്ഞ, ഇത് വന്നു കഴിഞ്ഞാൽ എന്ത്, അതായത് പ്രിവെന്റ് ചെയ്യാ, ഇങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ എന്താ ചെയ്യാ? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാ? ഹാൻഡ് വാഷ് ചെയ്യാ. അപ്പൊ മിസ് അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യണം. യെസ്. പിന്നെന്താണ്? പേഴ്സണൽ ഐറ്റംസ് ഒന്നും മാക്സിമം, ഇപ്പൊ ഒരാൾക്ക് അസുഖമുണ്ട്, ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അയാളുടെ സാധനങ്ങള്, ഇൻഫെക്റ്റഡ് പേഴ്സന്റെ സാധനങ്ങളൊന്നും, ഐറ്റംസ് ഒന്നും വാങ്ങിക്കാതിരിക്കുക. ഓക്കെ, വെരി ഗുഡ്. തേർഡ് എന്താണ്? ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എന്ത് ചെയ്യാ? എപ്പോഴും മാസ്ക് വെക്കേ, അത് മാറുന്നത് വരെ മാസ്ക് വെക്കേ, അല്ലെങ്കിൽ കവർ ചെയ്യേ. നമ്മൾ ഇതുപോലെ തന്നെ തുമ്മുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കർച്ചീഫ് യൂസ് ചെയ്യേ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം ഒരു പരിധി വരെ തടയാൻ പറ്റും. ക്ലിയർ ആണ് മക്കളെ? അപ്പൊ മിസ്സിന് വന്ന ഫസ്റ്റ് ഡിസീസ് ആണ് കേട്ടോ ഇതാ, കോമൺ കോൾഡ് ആൻഡ് വൈറസ്. പാവം ഞാന് എങ്ങനെയാണ് നടന്ന ആളാണ്, പെട്ടെന്നാണ് എനിക്കൊരു കോമൺ കോൾഡും ഇൻഫ്ലുവൻസയും വന്നത്. വൈറസ് കാരണമാണ്. ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞേ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് വന്നേക്കുന്നത്. അത് കാരണം വരുന്ന സിംറ്റംസും പ്രിവെന്റീവ് മെഷേഴ്സും ക്ലിയർ ആയ ഫസ്റ്റ് പോയിന്റ്. സെറ്റ് അല്ലേ മക്കളെ എല്ലാവരും? യെസ്, വെരി ഗുഡ്. സെക്കൻഡ് ആരാ പറയാൻ പോകുന്നേ? ഒരാളെ വിളിക്കാലോ. അദ്വൈതേ, യെസ് പറഞ്ഞോ. മിസ്സിന് ചിക്കൻ ബോക്സ് വന്നു. ഇതിപ്പോ എല്ലാ അസുഖം എനിക്കാണല്ലേ വരുന്നത്. സന്തോഷമാണോ അദ്വൈതേ? എന്നോടൊരു സ്നേഹമില്ല, ഭയങ്കര സന്തോഷമാണല്ലോ മിസ്സിന് ഇതൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോ. കേട്ടോ, മിസ്സിനോട് സ്നേഹമില്ല അല്ലേ? സാരില്ല, പോട്ടെ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. പറഞ്ഞോ, മിസ്സിന് ചിക്കൻ ബോക്സ് വന്ന്. ആര് കാരണം വന്നത്? വൈറസ് കാരണം അല്ലേ? ഇവിടെ വന്നത് കൂടുതലും ചിക്കൻ ബോക്സ് വരുമ്പോ എങ്ങനെയാ? അങ്ങനെ ഫുൾ റാഷൻ, കൊറേ അങ്ങനത്തെ ഇതുപോലെ വരും അല്ലേ? കൊറേ പാച്ചസ് പോലെ വരും അല്ലേ? യെസ്. അപ്പൊ കൊറേ റെഡ് കളറിലൊക്കെ ആയിട്ട് മാർക്കിംഗ് പോലെ വരും അല്ലേ? അത് പിന്നെ എവിടെയൊക്കെയാ? സ്കിന്നിൽ മാത്രാണോ? അതൊക്കെ സ്കിന്നിന്റെ ഭാഗമാണല്ലോ. യെസ്. അല്ലാതെ വേറെ എവിടെ വരാ? നമ്മുടെ അകത്തും വരും, റെസ്പിറേറ്ററി ട്രാക്റ്റില് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ വരും. ഓക്കെ, ഇനി എന്താ ഇതിന്റെ ചിക്കൻ ബോക്സിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് അദ്വൈതേ? അതായത് നമുക്ക് വേറെ ഒരാളെ വിളിക്കാലോ. അമീനെ ഇവിടെ ഉണ്ടോ? അമീനെ
ആ ഇവിടെ ഉണ്ടോ? നമ്മളിപ്പോ ആരെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കണം? മിസ്സിന് ഒരു ചിക്കൻ ബോക്സ് വന്ന് അറിയണുണ്ടോ? ആ മിസ്സിന് ചിക്കൻ ബോക്സ് ആര് കാരണം വന്നത്? വൈറസ് കാരണം അല്ലേ? അദ്വൈത് പറഞ്ഞോണ്ടാണോ വന്നത്? അദ്വൈത് പറഞ്ഞത് കൊണ്ടാണോ മിസ്സിന് ചിക്കൻ ബോക്സ് വന്നത്? പിന്നെ ആര് കാരണം വന്ന്? ആ വൈറസ് കാരണം. എവിടേക്ക് വന്നത്? യെസ്, റെസ്പിറേറ്ററി ട്രാക്ട്, സ്കിന്നില്. എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ്? മൈൽഡ് ഫീവർ അല്ലേ? ഫീവർ വരുവേ, മിസ്സിന് ഭയങ്കര പനിയാണ്, ഫീവർ ആണ്. ഇച്ചി സ്കിന്ന്, എപ്പോഴും എന്താണ് സ്കിൻ ഇങ്ങനെ നമുക്ക് ആ ഒരു ചൊറിയുന്ന പോലെ സ്കിൻ എപ്പോഴും ഇച്ചി ആയിട്ട് തോന്നും. പിന്നെന്താ റാഷസ്, ഫുൾ പാടുകളും പാച്ചസും ഒക്കെ അങ്ങനെയായിരിക്കും. പിന്നെ ബ്ലിസ്റ്റേഴ്സ്, ഇതെല്ലാം സിംറ്റംസ് ആണ്. ചിക്കൻ ബോക്സ് വന്ന് നമുക്ക് അറിയാലേ, എല്ലാവർക്കും അത് കണ്ടും ചിലപ്പോൾ എല്ലാവരും വന്നവരുണ്ടാകും അല്ലേ? അപ്പൊ ചിക്കൻ ബോക്സിന്റെ സിംറ്റംസ് ആണ് ഇത്. ഇത് ഒഴിവാക്കണമെങ്കിൽ എന്താ ചെയ്യാ? മാക്സിമം എനിക്ക് ചിക്കൻ ബോക്സ് വന്ന് ഞാൻ ഓടി നടക്കണോ? ഇങ്ങോട്ടേക്ക് വരണോ? വേണ്ട. ഞാൻ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്തിരിക്കണം അല്ലേ? വീടിന്റെ അകത്ത് റെസ്റ്റ് എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ, നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ മൗത്തും നോസൊക്കെ എന്ത് ചെയ്യണം? മൗത്തും നോസൊക്കെ കവർ ചെയ്യുക. പിന്നെ വാക്സിനേഷൻ എടുക്കുക. ചിക്കൻ ബോക്സിന് വാക്സിനേഷൻ ഒക്കെ ഉണ്ട്, നേരത്തെ തന്നെ അത് എടുത്തു വെക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ക്ലിയർ ആണോ മക്കളെ? ചിക്കൻ ബോക്സ് റെഡി അല്ലേ? യെസ്, ചിക്കൻ ബോക്സ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ഡിസീസ് ആണ് മീസിൽസ്. യെസ്, ഈ മീസിൽസും ആര് കാരണോ? സെയിം ആൾക്കാർ കാരണം തന്നെയാണ്, വൈറസ്. അപ്പൊ മക്കളെ നോക്കിക്കേ, നമ്മളിപ്പോ 3 ഡിസീസസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് പഠിച്ചത് കോമൺ കോൾഡ്. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് മിസ്സിന് ഒരു കോമൺ കോൾഡ് വന്നു. ആ കോൾഡ് വന്നത് വൈറസ് കാരണം. രണ്ടാമത് മിസ്സിന് ഒരു ചിക്കൻ ബോക്സ് വന്നു, അതും വൈറസ് കാരണം. മൂന്നാമത് മിസ്സിന് മീസിൽസ് വന്നു, അതെന്ത് കാരണോ? എഗെയിൻ വൈറസ് കാരണം. ഈ മൂന്നും സെയിം ആൾക്കാരാണ്, വൈറസ് കാരണമാണ്. ഓക്കെ, പക്ഷെ സ്പീഷീസ് വേറെ വൈറസിൽ തന്നെ പല ആളുകളുണ്ട്, അത് വേറെ ആളുകളാണ്. ബട്ട് കോമൺ ആയിട്ട് വരുമ്പോ ഓർഗാനിസം ഏതാ? വൈറസ് കാരണമാണ്. ഓക്കെ, ഇനി നമ്മള് ഇത് അഫക്ട് ചെയ്യുന്ന സ്ഥലം ഏതാ? ഇൻഫെക്ഷൻ നടക്കുന്ന പ്ലേസ് ഏതാ? ഫസ്റ്റ് പറഞ്ഞത് റെസ്പിറേറ്ററി ട്രാക്ട്. കോമൺ കോൾഡ് വന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മാത്രം. സെക്കൻഡ് വന്നത് എവിടെയാ? റെസ്പിറേറ്ററി ട്രാക്റ്റും സ്കിന്നും. ചിക്കൻ ബോക്സ് സ്കിൻ ഉറപ്പാണല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ റെസ്പിറേറ്ററി ട്രാക്ട്. തേർഡ് വരുന്നതും സെയിം തന്നെ പറയണേ, നമുക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. സ്കിന്നും റെസ്പിറേറ്ററി ട്രാക്റ്റും. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഇതിന്റെ സിംറ്റംസ് എന്താണെന്ന് അറിയാവോ? മിസ്സിന് മീസിൽസ് വന്നു, പാവം ഈ അസുഖം എനിക്ക് വന്നു. അപ്പൊ എന്ത് പറ്റി? മിസ്സിന് ഫീവർ വന്നു, പെട്ടെന്ന് ഒരു പനി വന്നു. സോർ ത്രോട്ട്, തൊണ്ടയൊന്നും വയ്യ. റെഡിഷ് റാഷസ്, ഇങ്ങനെ ബോഡിയിൽ, ആ കുട്ടിയുടെ ബോഡി കണ്ടോ, ഫുൾ റെഡ് കളറിലെ മാർക്കിങ് വരാൻ തുടങ്ങി സ്കിന്നില്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് മിസ്സാണെന്നുണ്ടെങ്കിൽ, യെസ്, ഇത് മിസ്സാണെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ കൈയാണ് ഇവിടെ, എന്താണ്, ഫുൾ ബോഡിയാണ്. ഇതിൽ എന്ത് പറ്റി? ഫുള്ളും ഇതേ കണ്ടോ, ഇങ്ങനെ റെഡ് കളറിലെ മാർക്കിങ് വരാൻ തുടങ്ങി. ഓക്കെ, റാഷസ് വരാൻ തുടങ്ങി, നെക്കിൽ വരാൻ തുടങ്ങി. പിന്നെന്താണ്? ഇയർ, ചെവിയിൽ വരാൻ തുടങ്ങി, ഇയേഴ്സിൽ വരാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ സ്കിന്നിന്റെ എല്ലാ പാർട്സിലും ഈ റെഡ് കളർ മാർക്കിങ് വരാൻ തുടങ്ങി മക്കളെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു, നിനക്ക് എന്താണ്? മിസ്സിന് എന്താണ്? മീസിൽസ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആണ് മക്കളെ സിംറ്റംസ്? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ദേ പെട്ടെന്ന് ഓർത്താ മതി, ഈ ഫിഗറില് മിസ് കാണിക്കുന്നുണ്ട് കുറെ റെഡ് കളർ റാഷസ് വരിക. എവിടെയൊക്കെ? എസ്പെഷ്യലി നമ്മുടെ ഇയർ, മിസ്സിന്റെ ഇയറില്, അതുപോലെ നെക്ക് പാർട്ടിലൊക്കെ എന്ത് ചെയ്യുന്നു? റാഷസ് വരിക, റെഡ് കളറ്. ഫീവർ വന്നു, ത്രോട്ട് പെയിൻ വന്നു, മൊത്തത്തിൽ സീനായി. ഇനി ഇത് പ്രിവെന്റ് ചെയ്യാൻ സെയിം കാര്യങ്ങൾ തന്നെ, നമ്മള് ചിക്കൻ ബോക്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് എന്ത് ചെയ്യാ? പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യാ, ഒറ്റക്ക് ഒരു റൂമിൽ ഇരുത്തി റെസ്റ്റ് ഒക്കെ കൊടുക്കുക, നല്ല ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് ആളെ സെറ്റ് ആക്കി എടുക്കാം. സെക്കൻഡ്, നോസും അതുപോലെ മൗത്ത് ഒക്കെ കവർ ചെയ്യുക, മാക്സിമം മാസ്ക് ഒക്കെ വെക്കുക. കണ്ടോ, മിസ് മാസ്ക് ഒക്കെ വെച്ചിരിക്കണുണ്ടോ? മാസ്ക് ഒക്കെ വെച്ച് നടക്കുക, അത് മാറുന്നത് വരെ. പിന്നെ ഗുഡ് ഹൈജീൻ, നല്ല വൃത്തിയായിട്ട് നടക്കുക. എല്ലാ ഡിസീസിനും ഒരു വഴിയുള്ളൂ, വൃത്തിയായിട്ട് ഹൈജീനിക് ആയിട്ട് നടക്കാം. പിന്നെ വരുന്ന എന്താണെന്ന് അറിയോ? വാക്സിനേഷൻ എടുക്കാം. അപ്പൊ എല്ലാത്തിന്റെയും പ്രിവെന്റീവ് മെഷർ ഏകദേശം സെയിം ആണല്ലേ? ക്ലിയർ ആണോ മക്കളെ? യെസ്. എന്നാ ഒരാളെ വിളിക്കാലോ.
എമി. യെസ് എമി പറഞ്ഞോ. മിസ്സിന് കോമൺ കോൾഡ് വന്നിട്ടോ. ആരാണ്, ബാക്ടീരിയ ആണോ, ഏത് ഓർഗാനിസം കാരണം വന്നത്? പറഞ്ഞോ. യെസ് കേൾക്കുന്നില്ല, കുഴപ്പമില്ല, വൈറസ് ആണല്ലേ. യെസ്, വെരി ഗുഡ്. ഒരാളെ വിളിക്കാലോ, പെട്ടെന്ന് വിളിച്ചോ, നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. യെസ് ഉദിത്തേ. കോമൺ കോൾഡ് ഇൻഫ്ലുവൻസ ആര് കാരണം വന്നത്? യെസ് വൈറസ് കാരണം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വേറൊരാളെ വിളിക്കാലോ. ചിക്കൻ ബോക്സ് ആര് കാരണം വന്നത്? ദിയ പെട്ടെന്ന് പറഞ്ഞോ. ചിക്കൻ ബോക്സ് ആര് കാരണം വന്നത്? അല്ലല്ല, ആര് കാരണോ? ഏജന്റ് ആരാ? കൊണ്ടുവരുന്ന ഏജന്റ് ആരാ? വൈറസ്. യെസ്, ഇത് എവിടെ ഇൻഫെക്ഷൻ നടക്കുന്നേ? യെസ്, റെസ്പിറേറ്ററിയിലും സ്കിന്നിലും. യെസ്, വെരി ഗുഡ്. ഇതിന്റെ സിംറ്റംസ് ആരാ പറയുന്നേ? ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. സിംറ്റംസ് ആരാ പറയുന്നേ? യെസ്, വിളിച്ചോ, സ്റ്റീവിനെ വിളിച്ചോ. സ്റ്റീവ് കാണിക്കുന്നുണ്ടല്ലോ. ഓക്കെ സ്റ്റീവേ, സിംറ്റംസ് ആരാ ചിക്കൻ ബോക്സിന്റെ? വന്നിട്ടുണ്ടോ? എന്താണ്, ഏതാണ് അതിന്റെ സിംറ്റംസ്? ഫീവർ, പിന്നെ ഇച്ചി. അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ഇച്ചി. പിന്നെ റാഷസ്. യെസ്, റാഷസ്. ബ്ലിസ്റ്റേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അടുത്തത് നോക്കിക്കേ. ഓക്കെ, മീസിൽസ് ആര് കാരണോ പറയാൻ പോന്ന്? യെസ്, ഒരാളെ വിളിക്കാലോ. പ്രഗ്യ വിളിച്ചായിരുന്നു, വേറൊരാൾ വിളിച്ചു. കുഴപ്പമില്ല, നമുക്ക് വിളിച്ചോ പെട്ടെന്ന്. യെസ്, ആരോണിനെ വിളിച്ചോ. ഓക്കെ, അല്ല ഒരാളെ വിളിച്ചോ, കുഴപ്പമില്ല. വേദേ പറഞ്ഞേ. മീസിൽസ് ആര് കാരണമാണ്? എന്താണ്, ഫുൾ കേട്ടില്ലല്ലോ. വൈറസ് കാരണം. ഉറക്കെ പറ, കേക്കട്ടെ. യെസ്, വൈറസ് കാരണം അല്ലേ. അതെന്താണ് സിംറ്റംസ്? പെട്ടെന്ന് പറഞ്ഞേ. ഫീവർ. യെസ്, സോർ ത്രോട്ട്. പിന്നെ യെസ്, മൊത്തം മിസ്സിന്റെ നെക്കില്, ഇയറിലൊക്കെ എന്താ വരാ? റെഡിഷ് റാഷസ് അല്ലേ. അതെ, പിന്നെന്താണ്, സ്കിന്നിലൊക്കെ വരൂല്ലേ. യെസ്, ഇനി നോക്കിക്കേ, ഒന്ന് പറഞ്ഞു, ഒരാൾ പറയണല്ലോ. കോമൺ ആയിട്ട് ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ ഒരു പ്രിവെന്റീവ് മെഷർ എന്താ? യെസ്, നമ്മുടെ താഴെ വിളിച്ചു. യെസ്, നേത്ര എന്തു പറ്റി? ഓക്കെ അല്ലേ? ഫുഡ് കഴിച്ചില്ലേ? അപ്പോ നമുക്ക് ബ്രേക്ക് അറിയുമ്പോ എന്താണ്, മുഖമൊക്കെ കഴുകിയിട്ടിരിക്കണം കേട്ടോ. യെസ്, അങ്ങനെ എനിക്ക് പറഞ്ഞേ, ഈ ഒരു 3 ഡിസീസിന്ന് കോമൺ ആയിട്ട് പെട്ടെന്ന് നമുക്ക് എന്താണ് ഒരു പ്രിവെന്റീവ് മെഷർ എന്താ, ഇതൊന്നും വരാതിരിക്കാൻ? യെസ്, ഓക്കെ. അതായത് ഓക്കെ, വെരി ഗുഡ്. അതായത് എന്താണ്, പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യുക, കവർ ചെയ്യുക, നോസും അതുപോലെ മൗത്തൊക്കെ, അതുപോലെ ഹൈജീൻ ആയിരിക്കുക അല്ലെ. പേഴ്സണൽ ആയിട്ട് ഐറ്റംസ് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ 3 ഡിസീസും 3 ഡിസീസും ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, ഒന്ന് മിസ് കാണട്ടെ. എന്താണ്? യെസ്, കേട്ടില്ല. മീസിൽസ്. യെസ്, മീസിൽസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈറസ് കാരണം ഉണ്ടാവുന്ന എന്താണ് ഒരു ഡിസീസ് ആണ്. ഓക്കെ, ഇൻഫെക്ഷൻ ആണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കിന്നിലൊക്കെ, ഈ ഒരു ചിക്കൻ ബോക്സ് ഒക്കെ പോലെ തന്നെ വരുന്നതാ. ഫുൾ റാഷസ് ആയിരിക്കും, പിന്നെ ഫീവറും അങ്ങനെയൊക്കെ വരുന്ന ഒരു ഡിസീസ് തന്നെയാണ്. പ്രത്യേകിച്ച് നെക്കും ഈ ഒരു ഇയർ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നെക്കും അതുപോലെ ഇയർ ഭാഗത്തൊക്കെ ഫുൾ റെഡ് കളറിൽ സ്പോട്ട് ഉണ്ടാവും, കുറെ മാർക്കിങ്സ് ഉണ്ടാവും. അപ്പോൾ അതും ഒരു വൈറസ് കാരണം ഉണ്ടാവുന്ന ഒരു ഡിസീസാണ്. ഓക്കെ, ക്ലിയർ അല്ലേ?
യെസ്. ഇപ്പോൾ 3 ഡിസീസ് ആണ്. നമുക്കൊന്ന് ബ്രേക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ മക്കളെ, പെട്ടെന്ന് എല്ലാവരും ബ്രേക്ക് എടുത്തിട്ട് വന്നോട്ടോ. ഡിസീസിന് എക്സാമ്പിൾ ആണല്ലേ. ഇനി നമുക്കിതേ വേറൊരു ഡിസീസ് പഠിക്കണം. അതിന് വേണ്ടി നമുക്കൊരു ഗെയിം കളിക്കില്ല. എല്ലാവരും റെഡി അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മിസ് ദേ 3 ഡിസീസ് ഓർമ്മയുണ്ടല്ലോ. കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, മീസിൽസ്. ഇനി അടുത്തൊരു ഡിസീസ് നോക്കിക്കേ, ട്യൂബർകുലോസിസ് അല്ലേ. ട്യൂബർകുലോസിസ് കേട്ടിട്ടുണ്ടോ? ക്ഷയരോഗം എന്ന് പറയും. ഒരാളെ വിളിക്കാലോ. ദേവിക. ആ ട്യൂബർകുലോസിസ് കേട്ടിട്ടുണ്ടോ? ട്യൂബർകുലോസിസ് ക്ഷയരോഗം എന്നൊക്കെ പറയും. ഭയങ്കര ചുമയായിരിക്കും. ചുമച്ച് അയാൾ ഇല്ലാതെയാവും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ക്ഷയരോഗം എന്ന് പറയുന്നത്. കുറേയൊക്കെ നമ്മൾ സൂക്ഷിക്കാത്തത് കൊണ്ട് വരുന്ന ഒരു ഡിസീസാണിത്, എസ്പെഷ്യലി ഒരു ബാക്ടീരിയ കാരണം. അപ്പൊ മക്കളെ മിസ് പറയാം, ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയ കാരണം. ഇത്രയും നേരം വൈറസ് എന്ന് പറയുന്ന ആൾക്കാരെ പറഞ്ഞത്, പക്ഷെ ഇവിടെ നോക്കിക്കേ ബാക്ടീരിയ ആണ്. ഇത് ആരെ ബാധിക്കുന്ന, എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ലങ്സിനെയാണ്. അത് ഉറപ്പാണല്ലോ. നമ്മൾ ചുമച്ച് നമ്മുടെ ലങ്സ് ഒക്കെ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ മക്കളെ നോക്കിക്കേ, ട്യൂബർകുലോസിസ് ഒരാൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, ബാക്ടീരിയ കാരണമാണ് അയാൾക്ക് വന്നിരിക്കുന്നത്. എവിടെയാണ് അത് എഫക്ട് ചെയ്യുന്നത്? ലങ്സില്. ക്ലിയർ ആണ് മക്കളെ? സോ ബാക്ടീരിയ കാരണം വരുന്ന നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണല്ലേ? ആണ് സാറേ? അപ്പൊ ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയ നമ്മുടെ പാവ ലങ്സില് കുറെ സ്മോക്കിങ്ങും കുറെ അല്ലാതെയൊക്കെ സൂക്ഷിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ അസുഖം ഇങ്ങനെ കൂടുതലായിട്ട് വരിക. അപ്പൊ എന്താണ്, ബാക്ടീരിയ കാരണമാണ് ഈ ഒരു ലങ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ വരുന്നത്. എന്താ അതിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ കഫ്, എപ്പോഴും ചുമയൊക്കെ ആയിരിക്കും. പിന്നെ എന്താണ്, നമ്മുടെ അതായത് ഫീവർ, ഓക്കെ, പനിയായിരിക്കും. പിന്നെ ഫറ്റീഗ്, ഭയങ്കര ക്ഷീണായിരിക്കും. എപ്പോഴും കിടക്കണം, എപ്പോഴും ടയേർഡ് ആയിരിക്കും മക്കളെ. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പ് ഉണ്ടാവില്ല. അതായത് ഫുഡൊന്നും വേണ്ട അവർക്ക്. ആ ഒരു വിശപ്പ് എന്ന് പറയുന്ന സംഭവം അങ്ങ് പോയിട്ടുണ്ടാവും. ഹംഗ്രി എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. പിന്നെ നൈറ്റ് സ്വെറ്റ്, അതായത് എപ്പോഴും വേർക്കും. എപ്പോഴും തണുപ്പാണെങ്കിലൊക്കെ ഇവർ വേർക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബോഡി വൈസ് ഇവർ ഭയങ്കരമായിട്ട് ഫറ്റീഗ് ആകും, ക്ഷീണിക്കും. അപ്പൊ മക്കളെ നോക്കിക്കേ, ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയ കാരണം വരുന്ന ഒരു ഡിസീസ് ആണ്. അതെന്താണ്, ലങ്സിലാണ് എഫക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഇതെന്താണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? കഫ്, ഫീവർ, ഫറ്റീഗ്, അതുപോലെ തന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നൈറ്റ് സ്വെറ്റ്, ഇതെല്ലാം അതിന്റെ സിംറ്റംസ് ആണ്. ഇനി ഇത് വന്നു അല്ലെങ്കിൽ ഇത് പ്രിവെന്റ് ചെയ്യണം അല്ലേ? എന്ത് ചെയ്യും? ഒരാളെ വിളിക്കാലോ. യെസ് വിനായകേ, എന്ത് ചെയ്യും നമ്മൾ ഈ ട്യൂബർകുലോസിസ് വന്നാ പ്രിവെന്റ് ചെയ്യാൻ? എന്തെങ്കിലും വഴിയുണ്ടോ? എന്താണ് വായിച്ചേ? Avoiding close contact with the TB infected people, covering the mouth and nose, maintaining good hygiene, getting vaccinated. ഇങ്ങനെ ട്യൂബർകുലോസിസ് വന്ന ആളുടെ അടുത്ത് മാക്സിമം കോണ്ടാക്ട്, അതായത് ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കാം. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് മാക്സിമം ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കുക മക്കളെ. പിന്നെ ഇനി അവരെ കാണാൻ പോകണം, നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെ കാണാനൊക്കെ പോകുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. ഓക്കെ, നമ്മുടെ മൗത്തും നോസും ഒക്കെ എന്ത് ചെയ്യുക, കവർ ചെയ്യണേ. പിന്നെ ഗുഡ് ഹൈജീൻ, എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരുന്നാൽ മതി. ഒരു പരിധി വരെ ഇതിനെ തടയാം. ഗെറ്റിംഗ് വാക്സിനേഷൻ എടുക്കുക. അപ്പൊ മക്കളെ, ട്യൂബർകുലോസിസ് നമ്മൾ കുഞ്ഞാവുമ്പോ TB-ക്കൊക്കെ ഉള്ള വാക്സിൻ ഓൾറെഡി തരും നമുക്ക്. അത് എടുക്കാണ്ടൊക്കെ വരുമ്പോഴാണ് ഈ ഒരു അസുഖം എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടായിട്ട് വരിക. ഓക്കെ, അപ്പൊ എന്താണ്, അദ്വൈതം ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ട്യൂബർകുലോസിസ് ആണ് പറഞ്ഞത് ബാക്ടീരിയ കാരണമാണ്. ബാക്ടീരിയ കാരണം ലങ്സിൽ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. ഇനി എന്താണ്, കഫ്, ഫീവർ, ഫറ്റീഗ്, അതുപോലെ തന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് അല്ലേ, വിശക്കില്ല അല്ലേ, നൈറ്റ് സ്വെറ്റ്, ഇതൊക്കെ കാരണമാണ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യുന്നത്, ട്യൂബർകുലോസിസ് വരുന്നത്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കേണ്ടത്? മാക്സിമം ക്ലോസ് കോണ്ടാക്ട് കുറയ്ക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മൗത്തും നോസൊക്കെ കവർ ചെയ്യണം. പിന്നെ മക്കളെ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ വാക്സിനേറ്റ് ചെയ്യുക. ഈ 4 ഡിസീസും ക്ലിയർ ആണെങ്കിൽ ഒരാളൊന്ന് റൈസ് ഹാൻഡ് ചെയ്ത് 4 നെയിംസ് പറയാൻ റെഡി ആയിട്ടുള്ളത്. ഓക്കെ, ആരാണ് ആ ഒരു ധൈര്യമായിട്ട് വരുന്നത്? ഇപ്പൊ മിസ് പറഞ്ഞ 4 ഡിസീസ് ജസ്റ്റ് ഒന്ന് ആ പേര് മാത്രം പറയുന്നേ. ഓക്കെ, ഒരാളെ വിളിച്ചോ.
യെസ് അമീനെ പറഞ്ഞോ ആ 4 ഡിസീസ് ഏതൊക്കെയാ? common cold and flu, യെസ് കോൾഡ് ആൻഡ് ഫ്ലൂ, ഇൻഫ്ലുവൻസ, യെസ് ചിക്കൻ ബോക്സ്, measles, measles, ട്യൂബർകുലോസിസ്. അപ്പൊ റെഡി ആണോ? ഇത് ഓക്കെ ആണോ മക്കളെ? ഈ 4 ഡിസീസ് ക്ലിയർ ആണെങ്കിൽ എല്ലാരും ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ കുറച്ച് ബാക്ടീരിയ വൈറസ് ഒക്കെ കാരണമുള്ള ഡിസീസ് തന്നെയാണ് പഠിച്ചത്. കോണ്ടാക്ട് വഴി, ഡയറക്റ്റ് കോണ്ടാക്ട്, ക്ലോസ് കോണ്ടാക്ട് വഴിയൊക്കെ പഠിച്ചു. അങ്ങനെയുള്ള ഡിസീസാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചത്. ഇനി നോക്കിക്കേ, വാട്ടർ ആൻഡ് ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറും ഫുഡൊക്കെ ആണ്. ഫുഡൊക്കെ വഴി എന്ത് ചെയ്യുന്നു? ചില ഡിസീസ് ഒക്കെ വരുവേ. ആ ഒരു ഡിസീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ മിസ് ഇവിടെ ഒരു എത്ര ഡിസീസ് ഉണ്ട്? മൊത്തം നമുക്കൊരു 3 ഡിസീസ് ഉണ്ട്. ഏതൊക്കെയാ മിസ് അത് പരിചയപ്പെടുത്താവേ. ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഡിസീസ്, ഹെപ്പറ്റൈറ്റിസ് എ. സെക്കൻഡ് വണ് കോളറ, ഓക്കെ, കോളറ, ഓക്കെ. തേർഡ് വൺ എന്ന് പറയുന്നത് ടൈഫോയിഡ്. ഈ 3 ഡിസീസ് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ റെഡി അല്ലേ എല്ലാവരും? ഹെപ്പറ്റൈറ്റിസ് എ ഒരാൾ വിളിക്കാലോ. യെസ്, ദൃശ്യ കണ്ടോ? ഹെപ്പറ്റൈറ്റിസ് എ വന്നിട്ട് ഒരാൾ ഇവിടെ കിടക്കുന്ന കണ്ടോ? പാവല്ലേ? അതെന്ത് കാരണം വന്നത്? ഹെപ്പറ്റൈറ്റിസ് എ വന്നത് എന്ത് കാരണോ? വൈറസ് കാരണം അല്ലേ? ഹെപ്പറ്റൈറ്റിസ് എ വന്നത് വൈറസ് കാരണമെന്ന് പറഞ്ഞു. വൈറസ് എവിടെ എഫക്ട് ചെയ്യുന്നത്? ലിവറിലല്ലേ? യെസ് മക്കളെ, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടല്ലോ, അത് എവിടെ വരുന്നത്? നമ്മുടെ ലിവറില് വരുന്ന ഒരു ഡിസീസ് ആണ്, എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് വൈറസ് കാരണമാണ് കേട്ടോ വരുന്നത്. പാവ ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ടോ? വൈറസ് കാരണമാണ് അയാൾക്ക് അങ്ങനെ കിടക്കേണ്ടി വന്നത്. ആ വൈറസ് അയാളുടെ എവിടെയാണ് എഫക്ട് ചെയ്തത്? ലിവറിലാണ് എഫക്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് കുറച്ച് സിംറ്റംസ് ഉണ്ട്. സിംറ്റംസ് എന്തൊക്കെയാ? മിസ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ്. ഫറ്റീഗ് ഉണ്ട്, ഫീവർ വരുന്നുണ്ട്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, പാവം വിശക്കണില്ല അല്ലേ? വിശപ്പൊക്കെ പോയിട്ടുണ്ടാകും. നോസിയ അല്ലെങ്കിൽ വൊമിറ്റിംഗ്, എപ്പോഴും വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഛർദ്ദിക്കാൻ വരുന്ന ഒരു ഫീൽ ആയിരിക്കും. പിന്നെ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം വരാ, പനി പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അബ്ഡോമൻ, എപ്പോഴും വയറുവേദന ആയിരിക്കും. ഓക്കെ, വയറിന്റെ ആ ഒരു ഭാഗത്തൊക്കെ പെയിൻ എടുക്ക. മക്കള് നോക്കിക്കേ, ആ മനുഷ്യൻ കിടക്കാണേ, അയാൾക്ക് തീരെ വയ്യ. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അപ്പൊ ഡോക്ടറോട് അയാൾ ചോദിച്ചു, ഡോക്ടറെ ഹെപ്പറ്റൈറ്റിസ് എ എന്താ? എനിക്ക് അറിയില്ലേ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പറയാണേ, അത് വൈറസ് കാരണം ലിവറിൽ വരുന്ന ഒരു അസുഖമാണ്, അത് നിങ്ങൾക്കും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോ ഡോക്ടറോട് ചോദിക്കുകയാണ് അയാള്, ഡോക്ടറിന് എങ്ങനെ മനസ്സിലായത് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന്? അപ്പൊ പറയാണ്, നിങ്ങൾ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഫറ്റീഗ് ആണെന്ന് പറഞ്ഞു, ഫീവർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നോസിയ, വൊമിറ്റിംഗ്, ജോണ്ടിസ്, പെയിൻ ഇൻ അപ്പർ അബ്ഡോമൻ, ഇതെല്ലാം നിങ്ങൾക്ക് വന്ന സിംറ്റം അല്ലേ? എങ്കിലും ഉറപ്പിച്ചോളൂ, എന്താണ്? നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ തന്നെയാണ്. പിന്നെ ടെസ്റ്റും ചെയ്യൂട്ടോ. അങ്ങനെയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യാ? ഡ്രിങ്കിങ് ബോയിൽഡ് വാട്ടർ. നമ്മുടെ വാട്ടർ ആണ് പണി തരുന്നത്, വെള്ളമാണ് കേട്ടോ പണി തരുന്നത്. നല്ല വെള്ളം കുടിച്ചോ. അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇതുപോലത്തെ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ വരും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? നല്ല വെള്ളമൊന്നും അല്ലേ, പുറത്തെ പല ഡ്രിങ്ക്സും നമ്മൾ മേടിച്ച് കഴിക്കൂലേ, കുടിക്കൂലേ? ആണോ? അങ്ങനെയാണോ? യെസ്, ഒരാളെ വിളിക്കാലോ. ഓക്കെ, രാഹുല്. ഓക്കെ, എവിടെയാണ്? യെസ്, രാഹുലേ, എന്താണ് പുറത്ത് ഫുഡൊക്കെ കഴിക്കാറുണ്ടോ? പുറത്തെ ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആളാണോ? അല്ല. വെള്ളം കുടിക്കലോ? ശ്രദ്ധിച്ചൊക്കെയാണോ കുടിക്കണേ? കൊള്ളില്ലാത്ത വെള്ളമൊന്നും വാങ്ങിച്ച് കുടിക്കരുത് കേട്ടാ. എന്താ? അങ്ങനെ ഇല്ലെങ്കിൽ ഇതുപോലത്തെ അസുഖം വരും. എന്ത് ഡിസീസ് ഇപ്പൊ മിസ് ഡിസ്കസ് ചെയ്തത്? ഹെപ്പറ്റൈറ്റിസ് എ. മിടുക്കൻ, ഉറക്കെ പറഞ്ഞേ. ഏത് ഇൻഫെക്ഷൻ, എന്ത് കാരണമാണ് ഇൻഫെക്ഷൻ വരുന്നത്? വൈറസ് കാരണം. ഏത് പൊസിഷൻ അല്ലെങ്കിൽ എവിടെയാണ് ഇൻഫെക്ഷൻ നടക്കുന്നത്?
ലിവറിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മക്കളെ, നമ്മൾ ഇതിന് പ്രിവെൻഷൻ എന്തെടുക്കാം? വാക്സിനേഷൻ എടുക്കാം. ഒന്നാമത്തെ കാര്യം അത് നമ്മൾ എന്തായാലും ചെയ്യും. ഡ്രിങ്കിങ് ബോയിൽഡ് വാട്ടർ, നമ്മൾ എപ്പോഴും തിളപ്പിച്ച വെള്ളം കുടിക്കാൻ നോക്കണേ. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, അതാണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോളറ. കോളറ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരു കോമൺ ആയിട്ട് കണ്ടിരുന്ന സംഭവമാണ്. അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഈ ബാത്റൂം ഒന്നും ഇല്ലല്ലോ. അന്ന് എല്ലാവരും എവിടെയൊക്കെ പോയാണ്? ഈ പുറത്തൊക്കെ പോയാണ് അല്ലേ? ശൗചാലയം കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോ മന്ത്രിയൊക്കെ പറയും ശൗചാലയം വേണോന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിലെന്താണ് നമ്മൾ പറയുന്നത്? ബാത്റൂംസ് ഒക്കെ ഇല്ലാതിരുന്ന, സാനിറ്റേഷൻ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് മുതലേ ഉണ്ട് ഇത്. ബട്ട് ആ സമയത്തൊക്കെ കൂടുതലായിരുന്നു. അതായത് ഫീസസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആനിമൽ വേസ്റ്റ്. അപ്പൊ അന്ന് ബാത്റൂം ഒന്നും ഇല്ല, എല്ലാവരും പുറത്തു പോയാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, ആനിമൽ വേസ്റ്റ് ഒക്കെ കളയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഇങ്ങനത്തെ വേസ്റ്റ് ഒക്കെ കിടക്കുക, അല്ലെങ്കിൽ ഫുഡൊക്കെ കൊള്ളില്ലാത്ത ഫുഡ്, ഈ പറഞ്ഞ വേസ്റ്റുകൾ കിടക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. മോസ്കിറ്റോയും ഇതുപോലെ തന്നെ ഹൗസ് ഫ്ലൈയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി ഫുഡ് കണ്ടാമിനേറ്റഡ് ആവുക, നമ്മുടെ ഫുഡും വാട്ടറൊക്കെ കണ്ടാമിനേറ്റഡ് ആയി പോവുക, അല്ലെങ്കിൽ കൊള്ളില്ലാത്ത വെള്ളമാവുക. നമ്മൾ വാട്ടറിലൊക്കെ കൊണ്ടുവന്ന് പുഴ അങ്ങനെയുള്ള റിവർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടും അല്ലേ? വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് എന്ത് പറ്റും? നമ്മളത് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവൂലേ? അങ്ങനെ പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് എടുത്ത് വെള്ളം കുടിച്ചു, ഡ്രിങ്ക് ചെയ്തു, എന്താ പറ്റുക പ്രണവേ? തീർന്ന് അല്ലേ? എന്ത് പറ്റും? ഇതുപോലത്തെ കോളറയൊക്കെ വരും നമുക്ക്. ഓക്കെ, അപ്പോ എന്താണ്? നമ്മള് ബാക്ടീരിയ കാരണമാണ് കോളറ വരുന്നത്. എവിടെ അഫക്ട് ചെയ്യാ? നമ്മുടെ ഇൻഡസ്ട്രിയിൽ. നമ്മൾ ഫുഡ് കഴിക്കണത് എങ്ങോട്ടേക്കാ മെയിൻ ആയിട്ട് പോകുന്നേ? നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ദൃശ്യ ആണോ? യെസ് ആണല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ എങ്ങോട്ടേക്കാ പോണത്? ബാക്ടീരിയ വഴി. ആ ബാക്ടീരിയ ഇൻഡസ്ട്രിയിലേക്കാണല്ലേ പോകുന്നത്. അത് കാരണം ഡയറിയയും ഡീഹൈഡ്രേഷൻ വരും. നമ്മുടെ ബോഡിയിൽ വെള്ളം ഇല്ലാത്ത ഒരു കണ്ടീഷൻ വരും, ഡീഹൈഡ്രേഷൻ വരും. ആരോണേ? ഡീഹൈഡ്രേഷൻ കേൾക്കുന്നുണ്ടോ? യെസ്. പിന്നെ അതുപോലെ തന്നെ ഡയറിയ, വയറിനൊക്കെ ലൂസ് മോഷൻ പോലെ, എപ്പോഴും വയറുവേദനയും അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇതാണ് കോളറ. കണ്ടോ? ഒരാൾ വൊമിറ്റ് ചെയ്യുന്നത് കണ്ടോ? ആ പിക്ചറിൽ കണ്ടോ? പാവ, അയാൾക്ക് എന്ത് അസുഖം വന്നിരിക്കുന്നേ? കോളറയാണ് കേട്ടോ വന്നേക്കുന്നത്. യെസ്. ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞല്ലേ, ബാത്റൂം ഒക്കെ ഇപ്പൊ ഉണ്ട്, ടോയ്ലറ്റ്സ് ഒക്കെ ഇപ്പൊ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ അതൊന്നും ഇല്ല. അപ്പൊ നല്ല നല്ല പേഴ്സണൽ ഹൈജീൻ, പുറത്തു പോയിട്ട് ഒന്നും ചെയ്യാതെ നമ്മൾ ആ ബാത്റൂമിൽ തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക മാക്സിമം. പിന്നെ എന്ത് ചെയ്യുക? അതാണ് ഗുഡ് സാനിറ്ററി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ ഹൈജീൻ ഉണ്ടാവണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പ്രോപ്പർലി കുക്ക്ഡ് ചെയ്ത ഫുഡ് കഴിക്കുക. നല്ല ഫുഡ്, നല്ല കുക്ക് ചെയ്തിട്ടുള്ളതായിരിക്കണം കഴിക്കേണ്ട. അല്ലെങ്കിൽ പകുതിയായിട്ട് കുക്ക് ചെയ്ത, ഹാഫ് കുക്ക് ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ കഴിച്ച് നമുക്ക് അബ്ഡോമൻ പെയിൻ ഒക്കെ വരും അല്ലേ? ഫുഡ് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണമെന്നല്ലേ നമ്മൾ പറയാ? മീറ്റ് ആണെങ്കിലും ഒക്കെ, ചിക്കനും മീറ്റും ഒക്കെ ആണെങ്കിലും കറക്റ്റ് കുക്ക് ചെയ്ത് കഴിക്കണേ. പിന്നെ അതുപോലെ തന്നെ വാട്ടർ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ബോയിലിംഗ് വാട്ടർ ഡ്രിങ്ക് ചെയ്യുക. ഓക്കെ, തിളപ്പിച്ച വെള്ളം കുടിക്കാൻ നോക്കണേ. പിന്നെ അതുപോലെ വാക്സിനേഷൻ. സാർ എങ്ങനെയാണ്? എപ്പോഴും തിളപ്പിച്ച വെള്ളമൊക്കെയാണോ കുടിക്കണേ? സാറ് മിടുക്കനാ. സാറ് ഭയങ്കര മിടുക്കനാണേ. ഭയങ്കര നിഷ്കളങ്കനായ, എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ചെയ്യും. നല്ല ഫുഡ് കഴിക്കുള്ളൂ, നല്ല വെള്ളം കുടിക്കുള്ളൂ. എന്ത് നല്ല സാറാണല്ലേ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മള് എപ്പോഴും എന്ത് ചെയ്യാ? ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണേ. അതുപോലെ തന്നെ നല്ല സാനിറ്റേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാ. പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, നല്ല കുക്ക്ഡ് ഫുഡ് ഒക്കെ കഴിക്കുക. നല്ല ആരോഗ്യമായിട്ട് എല്ലാവരും ഇരിക്കണേ. അപ്പൊ ഇതുപോലത്തെ കോളർ ഒന്നും വരത്തില്ല ഒരു പരിധി വരെ. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെയാണ് ടൈഫോയിഡ്. ആശാൻ എന്താതെ ഈ രണ്ട് ഡിസീസും കണ്ടോ? രണ്ട് ബാക്ടീരിയയും ഇൻഡസ്റ്റൈനിലും ആണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. കോളറയും ടൈഫോയിഡും എന്ത് കാരണം വരുന്നത്? ബാക്ടീരിയ കാരണമാണ്. അതും ഇൻഡസ്റ്റൈനിലാണ് വരുന്നത്. ഈ പോയിന്റ് ഒരിക്കലും മറക്കില്ല എന്നുള്ളവരൊന്ന് ടാറ്റ കാണിച്ചേ നോക്കട്ടെ. സാറേ, മറക്കുന്നവരെയൊക്കെ, ടാറ്റ കാണിക്കാത്തവരൊക്കെ മറക്കും എന്നാണ് അർത്ഥം. അവരെ നമുക്കിപ്പോൾ വിളിക്കാം. യെസ്, എല്ലാവരും കാണിച്ചാ? ഇല്ല, ഒരാളത് വേദ് കാണിച്ചില്ല. അപ്പൊ മറക്കൂലേ? പറഞ്ഞേ, കോളറ ടൈഫോയിഡ് ഏത് കാരണം വന്നത്? കാണിച്ചാ? സോറി മിസ്, കണ്ടില്ലടാ. കുഴപ്പമില്ലടാ കുട്ടാ. പറഞ്ഞേ, നമ്മൾ കോളറ ടൈഫോയിഡും എന്ത് കാരണം വരുന്നേ?
ബാക്ടീരിയ കാരണം ഏത് ഭാഗത്ത് ഇത് ഇൻഫെക്ഷൻ? ഇൻഡസ്റ്റൈനിലെ. യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അറിയാവോ? ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും എന്തൊക്കെ സിംറ്റംസ് ആണ്? നമ്മുടെ ഹെഡേക്ക്. എന്തൊരു തലവേദന! എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്. പിന്നെ അബ്ഡോമിനൽ, അയ്യോ എനിക്ക് വയറുവേദന എടുക്കണ്, ഭയങ്കര ഡിസ്കംഫേർട്ട് ആണ് അല്ലേ? പിന്നെ എന്താണ്? ഫീവർ, ഭയങ്കര പനിയാണ്. പിന്നെ വയറിനൊന്നും സുഖമില്ല, എപ്പോഴും ബാത്റൂമിൽ പോകാനുള്ള ഒരു ഫീൽ, ഡയറിയ, ലൂസ് മോഷൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ വന്നു അല്ലേ? മിസ്സിന് എന്തൊരു ആക്ടിങ് ആണല്ലേ? സാറ് പേടിച്ചു പോയോ എന്റെ ആക്ടിങ് കണ്ടിട്ട്? എന്തൊരു തലവേദന അല്ലേ? നോക്കിക്കേ, അപ്പൊ എന്താ? ഹെഡ് ഏക്ക്, നമ്മുടെ അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട് ഒക്കെ, ഭയങ്കര വയറിന് ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ എന്താ? ഫീവർ, ഡയറിയ, ഇതൊക്കെ വരും. എന്ത്? ടൈഫോയിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇത് പ്രിവെന്റ് ചെയ്യണമല്ലോ. ഒരാൾ വിളിക്കാലോ, നമ്മുടെ ഏറ്റവും ലാസ്റ്റ് റോല്, സെക്കൻഡ് വൺ. യെസ്, ശ്രീനന്ദ. യെസ്, ശ്രീനന്ദ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ എൻട്രൻസിന് പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ശ്രീനന്ദ, ഞങ്ങൾ ഒരേ റൂംമേറ്റ് ആയിരുന്നു. ആൾ കോഴിക്കോടായിരുന്നേ. ഭയങ്കര കോഴിക്കോട് ആ ഒരു ഇതിൽ ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു, രസമായിരുന്നു. ഓക്കെ, ശ്രീനന്ദ പറഞ്ഞോ, എന്താണിത്? ഇപ്പം നമ്മൾ ഏത് ഡിസീസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എല്ലാവരും കേൾക്കട്ടെ. യെസ്, ടൈഫോയിഡ്. വെരി ഗുഡ്. എന്താണ് അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ്? യെസ്, ഓക്കെ, വായിച്ചോ. യെസ്, മക്കളെ നോക്കിക്കേ, ഈ ഒരു കോളറയുടെയും ടൈഫോയിഡിന്റെയും എന്താണ് സെയിം അല്ലേ? അല്ലേ? അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് സെയിം. അപ്പൊ നിങ്ങൾക്ക് അത്ര ടഫ് ഇല്ല കേട്ടോ. അതായത് എന്ത് ചെയ്യാ? പേഴ്സണൽ ഹൈജീൻ ഉണ്ടായിരിക്കണേ. അതുപോലെ തന്നെ നല്ല കുക്ക്ഡ് ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാ? ഗുഡ് സാനിറ്ററി ഹാബിറ്റേറ്റ്സ്, നല്ല രീതിയിൽ ബാത്റൂം, ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്ത് ചെയ്യാ? ഇപ്പൊ നമ്മൾ പുറത്ത് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയാലും മാക്സിമം ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുക. പുറത്തൊന്നും പോയി എന്ത് ചെയ്യാതിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ വാക്സിനേഷൻ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്താല് കോളറയും ടൈഫോയിഡും ഒക്കെ വരാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? സോ 3 ഡിസീസസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. പിന്നെ നമ്മൾ കോളറ പഠിച്ചു. ദെൻ നമ്മൾ എന്താ പഠിച്ചത്? ടൈഫോയിഡ് പഠിച്ചു. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു 2 ഡിസീസും കൂടി ഉള്ളൂ. മിസ് അത് എടുത്തോട്ടെ? എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ, കുറച്ച് ടൈമും കൂടി ഉണ്ട്. എല്ലാവരും ഒന്ന് ടാറ്റ കാണിക്കേ. ഇതും കൂടി ഉള്ളൂ. മിസ് ഈ ഒരു ടോപ്പിക് കൂടെ നിർത്തും. ഓക്കെ, നമ്മള് ഇൻസെക്ട് കാരണം പറഞ്ഞല്ലേ, പാവത്താന പോലെ വരുന്ന നമ്മുടെ കൊച്ചു കൊതുകുകൾ അല്ലേ, മോസ്കിറ്റോ അല്ലേ? മോസ്കിറ്റോയും ഈച്ചയൊക്കെ കാരണമാണ് എന്ത് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻസെക്ട് കാരണം വരുന്ന 2 ഡിസീസസ് ആണ്. ഒന്ന് മലേറിയയും സെക്കൻഡ് വണ് ഡെങ്കി ഫീവറും അല്ലേ? നമ്മുടെ പിക്ചറിൽ കണ്ടോ? ഇതൊക്കെ വന്നവർ കട്ടിൽ ഇങ്ങനെ ബെഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അവരിങ്ങനെ റെസ്റ്റ് എടുക്കാണ് അല്ലേ? അപ്പൊ എന്താണ്? മലേറിയ ആണ് ഫസ്റ്റ് വരുന്നത്. മലേറിയ വരുന്നത് പ്രോട്ടോസോവ കാരണമാണ്. പ്രോട്ടോസോവിയം ഒരു ഓർഗാനിസം ആണ്, മൈക്രോ ഓർഗാനിസം ആണെന്ന് മിസ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, എല്ലാവർക്കും അറിയാം പ്രോട്ടോസോവ. അതിനൊരു പേരുണ്ട്, പ്ലാസ്മോഡിയം എന്ന് പറയും. നിങ്ങൾക്ക് അത് അത്രയും ലെവലിൽ പഠിക്കാനില്ല. പാവം മിസ്സിന് മലേറിയ വന്നു. ഭയങ്കര ഡിസീസ് ആണ്, അത് വരാതിരിക്കട്ടെ. മിസ്സിന് മലേറിയ വന്നേ. മലേറിയ വന്നത് ആര് കാരണോ? പ്രോട്ടോസോവ കാരണമാണ്. ഓക്കെ, മിസ് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോ മിസ്സിന്റെ സ്കിന്നിലും ബ്ലഡിലും ഒക്കെയാണ് അത് അഫക്ട് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ പ്രശ്നമായി. സ്കിന്നിലും ബ്ലഡിലും അഫക്ട് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറ്റ സായന്തേ? നോക്കിക്കേ, ഹൈ ഫീവർ. മിസ്സിന് ഭയങ്കര പനി പിടിച്ചു. അയ്യോ എന്തൊരു പനിയാ എനിക്ക്. പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേർത്തോണ്ടിരിക്കുകയാണേ. എന്തൊരു സ്വെറ്റിംഗ് ആണല്ലേ? പിന്നെന്താ? പീരിയോഡിക് ചില്ലാണോ? മറ്റേ ചില്ലാണോ? വൈബടിക്കാന്നാണോ ഉദ്ദേശം? അല്ല, വിറച്ചോണ്ടിരിക്കുകയാണ് എപ്പോഴും, ഷിവറിങ്. ഓക്കെ, അപ്പൊ എന്താ? ഹൈ ഫീവർ ആണേ. അതുപോലെ തന്നെ മിസ്സിന് സ്വെറ്റിംഗ് ആണ്, ഭയങ്കര സ്വെറ്റ് ചെയ്യാണ് ഞാന്, വേർക്കാണ്. പിന്നെ എന്താ? പീരിയോഡിക് ചില്ല് അല്ലെ? എപ്പോഴും ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് മലേറിയ മക്കളെ, മലേറിയ കേട്ടോ. ഇനി എന്താ ചെയ്യാ? മലേറിയ വരാതിരിക്കുക എന്താ ചെയ്യാ? കൊതുക് കാരണോന്ന് പറഞ്ഞു. വീട്ടിൽ നെറ്റൊക്കെ ഇടൂലേ? യെസ്, ഒരാളെ വിളിക്കാലോ. അനാദ്യ. അനാദ്യ
യെസ്, നമ്മൾ അനാഥേനെ വിളിച്ചില്ല അല്ലേ? ആ വിളിച്ചായിരുന്നോ? ഓക്കെ ആ ഓക്കെ വിളിച്ച് നോക്കിക്കേ. പറഞ്ഞേ, നമ്മള് വീട്ടില് കൊതുക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ? കൊതുകിന്റെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഓക്കെ. വീടിന്റെ അകത്ത് ഉറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ മോസ്കിറ്റോ ഒന്ന് രക്ഷപ്പെടാൻ? മോസ്കിറ്റോ നെറ്റ് ഒക്കെ യൂസ് ചെയ്യൂലേ അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാ, റിപ്പലൻസ് ഒക്കെ യൂസ് ചെയ്യൂലേ? നമ്മളപ്പോ ഒരു പരസ്യം ഉണ്ടല്ലോ, എന്തായിരുന്നു പരസ്യത്തില്? നമ്മള് ഹൈയില് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കൊതുകുകൾ നിന്നെ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം ഉണ്ടായിരുന്നില്ലേ? അറിയാവോ? കൊതുകിന്റെ പരസ്യമൊക്കെ കാണാറുണ്ടോ? ഗുഡ് നൈറ്റിന്റെ പരസ്യം. ഓക്കെ, എല്ലാരും കാണാറുണ്ടല്ലേ? അതുപോലെ തന്നെ ഹൈയിൽ മോഡിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് കൊതുക് നിന്നെ, അങ്ങനെ എന്തോ ഒരു പരസ്യം ഉണ്ട്, മിസ് മറന്നുപോയി, നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് എപ്പോഴും മോസ്കിറ്റോസിന്റെ ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി അഡ്വർടൈസ്മെന്റിൽ ഗുഡ് നൈറ്റിന്റെ സംഭവം കുറെ ഒക്കെ കാണിക്കാറുണ്ടല്ലേ? അതുപോലത്തെ റിപ്പലന്റ് ഒക്കെ യൂസ് ചെയ്യാ, ക്രീംസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ ചില ആളുകൾക്ക് അലർജിയാ, മിസ്സിനൊക്കെ അലർജിയാണ് കേട്ടോ. എന്നെ ഒരു കൊതുക് ഇപ്പൊ കുറെ പേര് ഇരിക്കണ്ടെന്ന് വിചാരിച്ചോ, ഈ മോസ്കിറ്റോ വന്നിട്ടുണ്ടല്ലോ എന്നെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ, വേറെ ആരും തൊടില്ല, ഞാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര അലർജിയാണ്, ഭയങ്കരമായിട്ട് ഇച്ചിങ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ തന്നെ ചില ആളുകൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവരും പറയും മിസ്സിന്റെ ബ്ലഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വെറുതെ പറയുന്നതായിരിക്കും അല്ലേ സാറേ? അതായത് അവർക്ക് ചില ആളുകൾക്ക് അത് അലർജറ്റിക് ആണ്, അതുകൊണ്ടാണ് അറിയുന്നത്. എല്ലാവരും കൊതുക് അടിക്കുന്നുണ്ട്, ബട്ട് ചില ആളുകൾക്ക് ഭയങ്കര അലർജി ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, മോസ്കിറ്റോ നെറ്റ് ഒക്കെ യൂസ് ചെയ്യുക, റിപ്പലൻസ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും സ്ലീവ്ഡ് ആയിട്ടുള്ള, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുക. അപ്പൊ കൂടുതൽ കൊതുകുകളൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ നടക്കുമ്പോൾ ഇപ്പൊ കൊതുകിന്റെ ഭയങ്കര ശല്യമുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മാക്സിമം ഈ കൂടുതൽ റെയിനി സീസണിന്റെ ഒക്കെ സമയമാകുമ്പോൾ മഴക്കാലത്ത് ആളെ വരാ. അപ്പൊ ആ ടൈമിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ചുറ്റും ഈ പറയുന്ന പോലെ വെള്ളമൊക്കെ എവിടെയെങ്കിലും സ്റ്റാഗ്നന്റ് ആയിട്ട് കിടപ്പുണ്ട്, വെള്ളം എവിടെയെങ്കിലും ഒക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ, ആ വെള്ളമൊക്കെ കളയാ. അതിന്റെ കുറെ അവയർനെസ് ക്ലാസ് ഒക്കെ കിട്ടാറുണ്ടോ? നിങ്ങൾക്ക് കിട്ടാറുണ്ടാവല്ലോ. നമ്മുടെ ചുറ്റുവട്ടത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാ, കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കളയാ. അതുപോലെ തന്നെ എന്ത് ചെയ്യാ നോക്കാ, മാക്സിമം മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാ, റിപ്പലന്റ് ഒക്കെ യൂസ് ചെയ്യാ. അപ്പൊ നമ്മുടെ മലേറിയ നമുക്ക് വരില്ല. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ മലേറിയ വരുന്ന ആര് കാരണോ? നമ്മുടെ പ്രോട്ടോസോവ കാരണമാണ്. എവിടെ അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിലും ബ്ലഡിലൊക്കെ ആയിരിക്കും. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ മിസ്സിന് ഭയങ്കര പനിയായിരിക്കും, ഹൈ ഫീവർ ആയിരിക്കും, പ്രൊഫ്യൂസ് സ്വെറ്റിങ്, ഭയങ്കര സ്വെറ്റ് ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാ, പീരിയോഡിക് ചിൽസ്. ക്ലിയർ ആണ് മക്കളെ? മലേറിയ ക്ലിയർ അല്ലേ? യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഒരു ഡിസീസും കൂടി ഉണ്ടല്ലോ. എന്താണ്? ഡെങ്കി ഫീവർ. വളരെ കോമൺ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ബോൺ ഫീവർ. ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് വിളിക്കുന്നത് ഡെങ്കി ഫീവറിന്. ഇത് വരുന്നത് ആരാന്നറിയോ? നമ്മുടെ വൈറസ് കാരണമാണ്. വൈറസ് കാരണം വരുന്ന ഒരു ഡിസീസ് ആണ് ഡെങ്കി ഫീവർ എന്ന് പറയുന്നത്. അതും കൊണ്ടുവരുന്നത് ആരാ? ഒരു മോസ്കിറ്റോയാണ്. അതൊരു ഫീമെയിൽ മോസ്കിറ്റോ ആണ്, അനഫിലസ് മോസ്കിറ്റോ. ഒരു പെൺ കൊതുകാണ് ആ പണി കൊണ്ടുവന്ന് തരുന്നത്. ഓക്കെ, ഫീമെയിൽ മോസ്കിറ്റോ അനഫിലസ് എന്ന് പറയും. അപ്പൊ എന്താ സംഭവം അറിയോ? ഈ വൈറസിനെയും കൊണ്ട് ഈ മോസ്കിറ്റോ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ അഫക്ട് ചെയ്യുന്നു, ബ്ലഡിനെ അഫക്ട് ചെയ്യുന്നു. അപ്പൊ മിസ്സിന് ആ കൊതുക് കടിച്ചു. അപ്പൊ എന്ത് പറ്റി? ആ കൊത്തി കഴിഞ്ഞപ്പോ മിസ്സിന് എന്ത് വന്നു? ഈ ഒരു ഡിസീസ് വന്നു, ഡെങ്കി ഫീവർ വന്നല്ലേ. അപ്പോ സിംറ്റം ആയിട്ട് എന്തൊക്കെ കാണിച്ചു? മിസ്സിന് ഭയങ്കര ഫീവർ ആണ്, പറ്റുന്നില്ല, പനിയാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡേക്ക് ആണ്. പിന്നെ ജോയിന്റ് പെയിൻ. അതുകൊണ്ട് ബ്രേക്ക് ബോൺ എന്ന് പറയുന്ന നമ്മുടെ ഈ ജോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാം നല്ല പെയിൻ ആയിരിക്കും. അപ്പൊ കൈ വേദന എടുക്കണു, കാല് വേദന എടുക്കണു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. ജോയിന്റ് പെയിൻ ആയിരിക്കും. പിന്നെന്താ, നോസിയ, ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ബോഡി വൈസ്. അപ്പൊ മക്കളെ ഫീവർ വന്നു, ഹെഡേക്ക് വന്നു, അതുപോലെ തന്നെ മസിൽ ജോയിന്റ് ഒക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. ദെൻ നമുക്ക് നോസിയ കണ്ടീഷൻ വരും. ഇതാണ് കേട്ടോ എന്താ ഡെങ്കി ഫീവറിന്റെ സിംറ്റംസ്. ക്ലിയർ ആണോ മക്കളെ? അതിന്റെ സിംറ്റംസ് ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു ഇൻസെക്ട് കാരണം വഴി വരുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് രണ്ടിനും സെയിമാ. കണ്ടോ? മലേറിയക്കും ഡെങ്കി ഫീവറിനും സെയിം കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ പറയണമല്ലോ, മിസ് ഇപ്പൊ നേരത്തെ പറഞ്ഞതാണ്, മനസ്സിലായത് വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഒരാളെ വിളിച്ചു. വേദേ. ഓക്കെ, വേദ് പറഞ്ഞോ. എന്താണ് മിസ്? അതായത് ഫസ്റ്റ് ഡിസീസ് മലേറിയ പറഞ്ഞല്ലേ?
മലേറിയ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിൽ വരുന്ന അതേ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് സെക്കൻഡ് ഡെങ്കി ഫീവറിൽ വരുന്നത്. ഏതാണ് ആ പ്രിവെന്റീവ് മെഷേഴ്സ്? പറഞ്ഞോ, മനസ്സിലായത് പറഞ്ഞാൽ. മോസ്കിറ്റോ നെറ്റ് ഉപയോഗിച്ചോ? ഇട്ടോ. ഫുൾ സ്ലീവ് ഡ്രസ് ഒക്കെ ഇട്ട് ഇതേ വരെയാണ്. ഓക്കെ, മിസ് വന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഹോം അറൗണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഹോമൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാം. യെസ്. പിന്നെ ഓക്കെ, അതൊക്കെയാണല്ലേ. എങ്കിൽ പറഞ്ഞോ, ഡെങ്കി ഫീവർ വരുന്നത് ഏത് ഇൻഫെക്റ്റീവ് ഏജന്റ് ആരാ? യെസ്, കുഴപ്പമില്ല, വൈറസ് കാരണമാണല്ലേ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ ഡിസീസ് ആയിരുന്നു? മിസ് ഒന്നുകൂടി പറയാം കേട്ടോ. ഏതൊക്കെ ഡിസീസ് ആയിരുന്നു? ഫസ്റ്റ് വന്നത് കോമൺ കോൾഡ് ആൻഡ് ഇൻഫ്ലുവൻസ. ഒരാളെ വിളിക്കണമല്ലോ, പെട്ടെന്ന് പറഞ്ഞു പോവാം. യെസ്, സായന്തേ പറഞ്ഞോ. ഫസ്റ്റ് നമ്മൾ പഠിച്ച ഡിസീസ് എന്തായിരുന്നു? കോമൺ കോൾഡ് ആൻഡ് ഇൻഫ്ലുവൻസ. യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, ഏത് കാരണമാണ് അത് വരുന്നത്? ഇൻഫെക്റ്റീവ് ഏജന്റ് വൈറസ് കാരണമാണ്. വെരി ഗുഡ്. അടുത്ത ആളെ വിളിക്കാലോ. യെസ്, അൻവിത. സെക്കൻഡ് പഠിച്ച ഡിസീസ് ഏതായിരുന്നു? ചിക്കൻ പോക്സ്. ആര് കാരണമായിരുന്നു? വൈറസ് അല്ലേ. യെസ്, വെരി ഗുഡ്. തേർഡ് ആരെയാണ് നമ്മൾ പഠിച്ചത്? പ്രഗ്യ. പോരട്ടെ. ഈ തേർഡ് ഡിസീസ് ഏതായിരുന്നു? മീസിൽസ്. യെസ്, അത് ആര് കാരണം വന്നത്? ഓക്കെ, വൈറസ്. വെരി ഗുഡ്, വൈറസ്. ഇനി അടുത്ത ആരാ പറയാൻ പോകുന്നേ? ഒരാൾ വിളിച്ചോ. ദേവിക. യെസ്, പറഞ്ഞോ. ഫോർത്ത് ഡിസീസ് ഏതായിരുന്നു? ട്യൂബർകുലോസിസ് അല്ലേ. ആരാണപ്പോ അത് കാരണം വരുന്നത്? ആര് കാരണം? ബാക്ടീരിയ അല്ലേ. യെസ്, ബാക്ടീരിയ. വെരി ഗുഡ്. ഇനി അടുത്ത ഒരാളെ വിളിക്കാലോ. യെസ്, റെയ്ഹാൻ പറഞ്ഞോ. പിന്നെ നമ്മൾ വാട്ടർ ആൻഡ് ഫുഡ് അല്ലേ, അതുവഴി വരുന്ന ഫസ്റ്റ് ഡിസീസ് ഏതാ ഡിസ്കസ് ചെയ്തത്? അൺമ്യൂട്ട് ചെയ്ത് റെയ്ഹാനെ. ഓക്കെ, വേറെ ഒരാൾ വിളിച്ചോ. പ്രാർത്ഥന. യെസ്, പറഞ്ഞോ. ഏതായിരുന്നു ആ ഒരു ഫുഡും വാട്ടറും വഴിയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡ് കഴിച്ച് വരുന്ന ഡിസീസ്? യെസ്, ഹെപ്പറ്റൈറ്റിസ് അല്ലേ. യെസ്, ഹെപ്പറ്റൈറ്റിസ്. വെറും ഹെപ്പറ്റൈറ്റിസ് ആണോ? യെസ്. ആര് കാരണമാണ് വരുന്നത്? വൈറസ് കാരണം അല്ലേ. യെസ്, വെരി ഗുഡ്. സെക്കൻഡ് ഡിസീസ് ആരായിരുന്നു? അടുത്ത ആൾ പറയണമല്ലോ. പ്രണവേ, സെക്കൻഡ് ഡിസീസ് ഏതാ? കോളറ അല്ലേ. യെസ്, കോളറ അല്ലേ. ആര് കാരണമാണ് അത്? ഇൻഫെക്റ്റീവ് ഏജന്റ് ആരാ? ബാക്ടീരിയ അല്ലേ. യെസ്, ബാക്ടീരിയ. അതായത് കോസലായിട്ടുള്ള ഏജന്റ് ആണ്. അത് ആര് കാരണമാണ്? കോസിറ്റീവ് ഓർഗാനിസം ആണോ മിസ് ഉദ്ദേശിക്കുന്നത്. യെസ്, തേർഡ് വൺ ഒരാൾ വിളിക്കണമല്ലോ. സ്റ്റീവേ, പറഞ്ഞോ. തേർഡ് ഡിസീസ് ഏതാ? ടൈഫോയിഡ് അല്ലേ. ക്ലിയർ ആയോ? ആര് കാരണമാണത്? ബാക്ടീരിയ കാരണം. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മള് ജസ്റ്റ് മിസ് നെയിംസ് മാത്രം ഒന്നും കൂടി പറയാം. ഏതൊക്കെയാണ്? കോമൺ കോൾഡ് ആൻഡ് ഇൻഫ്ലുവൻസ വൈറസ്. ചിക്കൻ പോക്സ് വൈറസ് കാരണമാണ്. ദെൻ മീസിൽസ് കോസൽ ഏജന്റ് ഏതാണ്? വൈറസ് ആണ്. ദെൻ ഫോർത്ത് വൺ ട്യൂബർകുലോസിസ് ആണ്. ട്യൂബർകുലോസിസ് ബാക്ടീരിയ കാരണം. ആ 4 ഓർഗാനിസം അല്ലെങ്കിൽ ആ 4 ഡിസീസ് കഴിഞ്ഞു. ഇനി അടുത്തത് ആരാണ്? ഫുഡും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന അതുപോലെ തന്നെ വാട്ടർ ഇതുവഴി കണ്ടാമിനേറ്റ് ചെയ്യുന്നത് വഴി വരുന്ന 3 ഡിസീസസ് ആണ്. ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, ദെൻ കോളറ, ടൈഫോയിഡ്. ഇത്രയും ഡിസീസ് ക്ലിയർ ആയി? ഡൗട്ട് ഒന്നുമില്ല. അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ എല്ലാവരും ടാറ്റ കാണിച്ചേ. യെസ്, നെക്സ്റ്റ് എക്സാമിന് ഫുൾ മാർക്ക് കാണിക്കും എന്നുള്ളവരൊന്ന് പവർ ആയിട്ട് ടാറ്റ കാണിച്ച് നോക്കട്ടെ. യെസ്, ഓക്കെ. അപ്പൊ നമ്മളിതേ ഇന്നത്തെ പോർഷനൊക്കെ കഴിഞ്ഞ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എക്സാം എഴുതിയാലോ? എല്ലാവരും റെഡിയാണോ? ടൈം ആയല്ലേ. ഓക്കെ, ഒരാൾ പറഞ്ഞോ. ഇതാണോ മലേറിയ ഡെങ്കി ഫീവർ? ഏത് ഡിസീസ് ആയിരുന്നു? ഓക്കെ, കുഴപ്പമില്ല മിസ്. അത് മിസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാവേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഇട്ടാൽ മതി, മിസ് അത് കാണിച്ചു തരാം. ഓക്കെ മക്കളെ, ഇതും കൂടി പറഞ്ഞായിരുന്നു കേട്ടോ. ഇൻസെക്ട് വഴി മലേറിയയും ഡെങ്കി ഫീവറും. യെസ്, അങ്ങനെയെങ്കിൽ എല്ലാവരും പാരന്റ്സിനെയൊക്കെ വിളിച്ച് പെട്ടെന്ന് എക്സാം